ുമ്പോൾ നമ്മെ ആക്ഷേപിക്കുന്നവരുണ്ടാകും. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. അല്ലാഹുവിനെ സംബന്ധിച്ചു പോലും അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചുമൊക്കെ ആക്ഷേപങ്ങളും കോലാഹലങ്ങളും ഒക്കെ സൃഷ്ടിച്ച ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. അവരെങ്ങനെ പറയുന്നു? അവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് അറിവില്ല. അവർക്ക് മാത്രമല്ല, അവരുടെ പൂർവികർക്കും അവർ പറയുന്ന കാര്യത്തിൽ അറിവില്ല. ഈ യഖൂലൂന ഇല്ലാ കദിബ, പച്ച നുണയല്ലാതെ അവരെ നാവിൽ നിന്ന് വരുന്നില്ല എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും ആ പച്ച നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ നമുക്ക് സത്യത്തിന്റെ, സമാധാനത്തിന്റെ, നീതിയുടെ, സത്യസന്ധതയുടെ ആ റൂട്ടിൽ ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദിനൊപ്പം നമുക്ക് കൈകോർത്ത് നിൽക്കാം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ബഹുമാന്യരായ ഗുരുവര്യർ ചെറിയ AP ഉസ്താദ് സ്റ്റേജിലുണ്ട്. ഉസ്താദ് അവர்கள் സംസാരിക്കുന്നു. ഞാൻ നിർത്തുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. നമ്മുടെ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനമാണ് വന്ദരായ ചെറിയ AP ഉസ്താദ് നിർവഹിക്കുന്നത്. ആദരപൂർവ്വം ഉസ്താദിനെ ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تنصروا الله ينصركم ويثبت أقدامكم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനപ്പെട്ട ഉസ്താദുമാര് കടന്നു വരുന്നുണ്ട്. അല്ലാഹു أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر. ബഹുമാനമുള്ള AP ഉസ്താദ്, ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉപാധ്യക്ഷൻ സുലൈമാൻ ഉസ്താദ്, സമസ്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട പൊന്മുൾ ഉസ്താദ് തുടങ്ങി സി ഉസ്താദ്, ലത്തീഫ് സൈദി അടക്കമുള്ള KK അഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സ്നേഹമുള്ള സഹോദരന്മാരെ, പലരും ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ആദർശ സമ്മേളനമാണ്. സുന്നത്ത് ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിക്കുക, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി സഹായിക്കുക, സഹകരിക്കുക, ഇതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ആ ഒരൊറ്റ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. സുന്നത്ത് ജമാഅത്ത് ലോകത്ത് നിലനിർത്തേണ്ടതിന് വേണ്ടി ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ പ്രവർത്തനം, നമ്മുടെ നേതാക്കളുടെ പ്രവർത്തനം ആർക്കും വിസ്മരിക്കാൻ കഴിയാത്തതാണ്. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഞാനതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ പൂനൂരിൽ സുന്നത്ത് ജമാഅത്തിന്റെ എന്തു പ്രവർത്തനങ്ങളുണ്ടോ, സ്ഥാപനങ്ങളുണ്ടോ, അത് മുഴുവനും നമ്മുടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ പ്രവർത്തനങ്ങളാണ്. ഒറ്റ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ AP ഉസ്താദിന്റെ അരികത്ത് കാന്തപുരത്ത് ഓതുന്ന കാലഘട്ടത്തിൽ
ഒരു 45-50 വർഷത്തോളമായിട്ടുണ്ടാകും. ഇവിടെ ഒരു പുതിയ വാദവുമായി ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു മൗലവി വന്ന് പ്രസംഗിച്ചു. മുളച്ചു പൊന്തിയതിന് മുഴുവനും സക്കാത്ത് കൊടുക്കണമെന്ന്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ ആക്ഷേപിച്ചുകൊണ്ടാണ്. അന്ന് നിങ്ങൾക്കൊരു പക്ഷേ പരിചയമുണ്ടാകില്ല പലർക്കും. പന്നിക്കോട്ടൂർ എന്ന് പറഞ്ഞൊരു മൗലവി ഉണ്ടായിരുന്നു ഈ ആ വട്ടവളി ഭാഗത്ത്, ജമാഅത്ത് ഇസ്ലാമിന്റെ ആളാ. ആ വ്യക്തിയുമായി വാദപ്രവാദം നടത്തി അവസാനം അയാൾ സമ്മതിച്ചു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായമാണ് ഖുർആനോടും ഹദീസിനോടും യോജിച്ചതെന്ന്. അങ്ങനെ ഒരു വാദപ്രവാദം നടത്തി. അന്ന് മുതൽ പൂനൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ആര് എന്ത് പ്രസംഗിച്ചാലും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകുമെന്ന അഭിപ്രായം എനിക്കില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച സംഭവങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ളതാണ്. ഖുത്ബ വികാസനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കെ ഹസൻ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വാദപ്രവാദം നടന്നു. ഒരുപാട് വാദപ്രവാദം കേരളം കണ്ടിട്ടുണ്ടെങ്കിലും പി ഉസ്താദിന്റെയും മസംശയുടെയും വാദപ്രവാദം ചരിത്രത്തിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു സംഭവമാണ്. നമ്മുടെ തങ്ങള് SYS-ന്റെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് അൽ ബുഖാരി തങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. ഒരു സീറ്റ് അന്ന് 2 ദിവസം വാദപ്രവാദമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. 2ാമത്തെ ദിവസം മുജാഹിദുകൾ വാദപ്രവാദത്തിന് തയ്യാറാകാതെ ഇവിടെ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ഈ നാട്ടിൽ പ്രഗത്ഭനായ ഒരു വ്യക്തിയുടേതാണ്. അവരെ സീറ്റ് അവിടെയായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിരുന്നത് KP ഹാജിന്റെ ഇപ്പുറത്തുള്ള ഈ ബിൽഡിങ്ങിന്റെ മുകളിലും. ഒരു ദിവസം വാദപ്രവാദം നടന്നു. 2ാമത്തെ ദിവസം വാദപ്രവാദത്തിന് സമയമായപ്പോൾ 7 മണിക്ക് പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെത്തി. മറുഭാഗത്ത് CP ഉമർ സല്ലമി അടക്കമുള്ള വലിയ വലിയ നേതാക്കളായിരുന്നു. തലേന്ന് ഒരൊറ്റ കുട്ടി പോലും ഹാജരാകാതെ അവസാനം ഇവിടുന്ന് പ്രസംഗിച്ച് പിരിഞ്ഞുപോയതാണ് ഖുത്ബ പരിഭാഷയുടെ വാദപ്രവാദം. ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. പങ്കെടുത്തിട്ടുണ്ടാവും, പലതും പറഞ്ഞിട്ടുണ്ടാവും, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഈ രീതിയിൽ വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും എല്ലാം നടത്തി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഏറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മഹാനായ ഉസ്താദാണ് ബഹുമാനപ്പെട്ട പി ഉസ്താദ്. ഈ പൂനൂർ അങ്ങാടിയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപകളുടെ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും സമ്പത്തുക്കളും ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്ത അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട പി ഉസ്താദ്. ഒരുപക്ഷെ ആ മഹാനവറുകൾ ചെയ്തതുപോലെ പണ്ട് മരക്കാരെ ഹജി ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രഗത്ഭനായ ഒരു പണക്കാരനാണ്, സഹായിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പള്ളിന്റെ ആദ്യ ഭാഗം അദ്ദേഹത്തിന്റെ സംഭാവന തന്നെയാണ്. അതുപോലത്തെ ഒരു പ്രവർത്തനം നടത്താൻ ഇവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല. വേറെ ഈ ചീത്ത പറയാൻ ഇവിടെ വരുന്ന ഏതാനും കുട്ടികളോടൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിനയത്തോടെയാണ്. ഒരു മൂത്രപ്പുര പോലും ഈ പൂനൂർ എപ്പോഴെങ്കിലും ഇവിടെ കടന്നു വരുന്നത് ഒരു സ്വകാര്യമായ സംഭവമല്ല, ഖേദമുള്ള അനുഭവമാണെന്ന് മാത്രം ഞാൻ അവർ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഉണ്ടായൊരു സംഭവം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിനെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ത്? ഏതൊരു വിഷയത്തെയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്ലാം സമ്പൂർണ്ണമാണല്ലോ. ഇസ്ലാമിന് അതിനൊരു കാഴ്ചപ്പാടുണ്ടാകും. ആ കാഴ്ചപ്പാട് എന്ത് എന്നാണ് ഈ സമയത്ത് നാം അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഷഅർ മുബാറക്, അതിന്റെ പേരിലാണ് ചിലർക്ക് ഇവിടെ എപ്പോഴും അക്കരയും ഇക്കരയും ഒക്കെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരോടും വിനയത്തിന്റെ ഭാഷയിൽ ചോദിക്കുന്നു, ഇതിന് ഇസ്ലാമിലൊരു കാഴ്ചപ്പാടില്ലേ?
അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ആ റസൂലിന്റെ മുടി ഒരാളെ കൈവശത്തുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതേപ്പറ്റി എന്താ പറയുന്നത്? മഹാന്മാർ നമുക്ക് എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഇത് ചിന്തിക്കേണ്ട ഒരു ബാധ്യത പണ്ഡിതന്മാരാണെങ്കിൽ നാം സ്വീകരിക്കേണ്ടതല്ലേ, അല്ലെങ്കിൽ നമുക്കില്ലേ? ഞാനത് മാത്രമാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപിതമായത്. നേരത്തെ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ല. മഹാന്മാരായ മഹ്ദൂമികളും സയ്യിദന്മാരും ഖാദിമാരും ആരിഫീങ്ങളും ഔലിയാക്കളുമാണ് ഇസ്ലാമിന്റെ പ്രചരണം ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രം അതാണ്. പക്ഷേ ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപം എപ്പോഴാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടായത്? അങ്ങ് അകലത്തിൽ നശിക്കുന്ന ഇബ്നു തൈമിയ്യ എന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്നൊരു വ്യക്തി ഇസ്ലാമിന്റെ തനതായ രൂപങ്ങൾക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാക്കി ബിദ്അത്തുകൾ സ്ഥാപിച്ച് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയപ്പോ അതിന്റെ ചെറിയ ഒരു കാറ്റ് നമ്മുടെ കേരളത്തിലേക്കും കടന്നു വന്നു. ഇവിടെ കെ എം മൗലവിയായിരുന്നു അന്ന് അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന പണ്ഡിതൻ. വേറും ചിലർക്ക് കാണും കെ എം മൗലവിയാണ് ആ ഗൾഫ് നാടുകൾ നിന്നിട്ട് അല്ലെങ്കിൽ മക്ക മദീന പോലത്തെ പ്രദേശങ്ങളിൽ നിന്ന് ഈ ഇബ്നു പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മുജാഹിദ് ആശയം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. ഇതിനെ ശക്തിമത്തായി എതിർക്കാനാണ്. ഇബ്നു തൈമിയ്യയുടെ തെറ്റായ വാദം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ്. പണ്ഡിതന്മാരെയും പാമരന്മാരെയും അറിയിച്ചു കൊടുക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കണം. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശദമായി ആ കാര്യങ്ങൾ മനസ്സിലാക്കുകയും തെറ്റായ ബിദ്അത്തുകൾ എന്തെല്ലാം ഈ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ അത് മുഴുവനും മഹാന്മാരായ അയിമ്മത്തുകളുടെ ഉദ്ധരണികളിലൂടെ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത ചരിത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ ഈ ബിദ്അഈ കക്ഷികൾ പ്രധാനമായും പ്രവർത്തിച്ചത് മഹാന്മാരെ അനാദരിക്കുന്ന വിഷയത്തിലായിരുന്നു. നിസ്കാരം 5 നേരമുണ്ടെങ്കിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സക്കാത്തിന്റെ വിഷയത്തിലും അടിസ്ഥാനപരമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഹജ്ജിന്റെ കാര്യത്തിലും നോമ്പിന്റെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല. ശാഖാപരമായ പല വിഷയങ്ങളിലും അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ പ്രധാനമായും അവർ എതിർത്തത് ആഹാറുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ ലോകത്തുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രവണത, ഇതിനെയായിരുന്നു ശക്തിമത്തായി മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും എതിർത്തിട്ടുണ്ടായിരുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ, അത് മുടിയാവട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വെടിയാകട്ടെ, ആരംഭ റസൂലുള്ളാഹി ധരിച്ച വസ്ത്രമാകട്ടെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധമുള്ള ഏത് കാര്യങ്ങളാവട്ടെ, അതിനെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്വഭാവമാണ് സ്വഹാബത്തെ കിറാമിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സ്വഹാബത്തിനെ അംഗീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അത് തന്നെയാ. സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിയങ്ങളുടെ ചരിത്രങ്ങളും ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയും അത് തന്നെയാ. 1-2 കാര്യം മാത്രം ഞാൻ ഓർപ്പെടുത്താം. നിങ്ങൾ ചിന്തിച്ചോ, ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി അദ്ദേഹത്തിന്റെ ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥം 3-ാം വാല്യം 926 പേജ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ അവസാനത്തെ ഹജ്ജ് നിർവഹിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മുടി കളഞ്ഞു. ഹജ്ജിന്റെ ഒരു ഭാഗമാണത്. ആ മുടി കളഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൂടെ ഉണ്ടായിരുന്ന ഖദ്റജി കുടുംബത്തിന്റെ ഗോത്രത്തിന്റെ തലവനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇഖ്സിം ബൈനന്നാസ്, ഇതെന്റെ മുടിയാണ്. എല്ലാ ഹജ്ജിമാരും അവർ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് മുടി കളയാൻ റസൂലുള്ളാഹി കൽപ്പിച്ചതാണ്. ആ മുടി അല്ലാഹുവിന്റെ റസൂൽ കളഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ആ മുടി ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇഖ്സിം ബൈനന്നാസ്, ഈ മുടി ജനങ്ങളുടെ നിങ്ങൾ വിതരണം ചെയ്യണം. ഇവിടെ കൂടിയ സഹാബിമാരുടെ കയ്യിൽ കൊടുക്കണമെന്ന് മാത്രമല്ല,
ഇവരെ കൂടിയ സഹാബിമാരുടെ വിവരം ചെയ്യണമെന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അന്നുള്ള സഹാബിമാരുടെ വിവരം ചെയ്യണമെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾക്ക് സൗകര്യപ്പെടുന്ന സ്ഥലത്തൊക്കെ മുസ്ലിമീങ്ങൾക്ക് നൽകണം. അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചതാണ് ആ മുടി വിവരം ചെയ്യാൻ പ്രമുഖനായ ഖദ്റജ് ഗോത്രത്തിന്റെ തലവനായ അന്നത്തെ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട്. ഇതനുസരിച്ച് ആ മുടി അവരുടെ വിതരണം ചെയ്തു. ബുഖാരി സഹീഹ് ബുഖാരിയും അതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പല സഹാബിമാരും അത് കൈവശപ്പെടുത്തി. ചിലർ ഒരു മുടിയാണ് കിട്ടിയതെങ്കിൽ ചിലർക്ക് ഒന്നിലധികം മുടി കിട്ടി. സഹാബിമാരെ പലരെയും ചരിത്രം പരിശോധിച്ചാൽ ഒന്നിലധികം മുടി ലഭിച്ചവരുണ്ട്. ആ മുടി അവർ ഭദ്രമായ ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക മാത്രമല്ല ചെയ്തത്, പലരും അങ്ങനെ സൂക്ഷിച്ചെങ്കിൽ ഖാലിദ് റളിയല്ലാഹു തആല അൻഹു തന്റെ തനിക്ക് ലഭിച്ച മുടി തന്റെ തൊപ്പിന്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചു. രണാങ്കണത്തിൽ ശത്രുക്കളുമായി പോരാടുമ്പോൾ വിജയം കരസ്ഥപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആരംഭ റസൂലുള്ളാഹിയുമായി ആ റസൂലുള്ളാഹിന്റെ അഹറായ മുടി ആ തൊപ്പിന്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ച് ആ തൊപ്പി ധരിച്ചുകൊണ്ടേ ഖാലിദ് റളിയല്ലാഹു തആല യുദ്ധം ചെയ്യാറുള്ളൂ. യുദ്ധം ശക്തിപ്പെട്ട സമയത്ത് പോലും തൊപ്പി ധരിച്ചു പോയപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല യുദ്ധം ഒരു 2 മിനിറ്റ് നേരം അവസാനിപ്പിച്ച് ആ തൊപ്പി തേടിപ്പിടിച്ച് തലയിൽ വെച്ച ദേശമാണ് യുദ്ധം പിന്നീട് തുറന്നിട്ടുണ്ടായിരുന്നത്. ആരംഭ റസൂലുള്ളാഹിന്റെ മുടിയോട് അവർക്കുള്ള ബഹുമാനത്തിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ലോക പണ്ഡിതനായ മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ പ്രമുഖനായ അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്ന സമയത്ത് ലോക പണ്ഡിതനിൽ ചിന്തിച്ചു നോക്ക്. ഞാൻ വിശദീകരിക്കല്ല, സമയം പോരാ. 10 ലക്ഷം ഹദീസ് മനഃപാഠമാക്കിയ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു, 10 ലക്ഷം ഹദീസ് മനഃപാഠമാക്കിയെന്ന് പറഞ്ഞാൽ പോരാ, 10 ലക്ഷം ഹദീസിന്റെ മത്തൻ അഥവാ ഹദീസും അതിന്റെ പരമ്പരയും ഹൃദ്യസ്ഥമാക്കിയ ലോക പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഹംബലി മദ്ഹബ് നമുക്ക് പരിചയമുള്ളതല്ലേ. അഹ്മദ് ഹംബൽ മരണപ്പെടുന്ന സമയത്ത് തന്റെ കുട്ടികളോട് അഹ്മദ് ഹംബൽ വസിയത്ത് ചെയ്തത്, കുട്ടികളെ എന്റെ പെട്ടിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ 3 മുടി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ 3 മുടി ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് എന്റെ കണ്ണിന്റെ മുകളിൽ വെച്ചു തരണം. ഞാൻ കണ്ണുകൊണ്ട് കിതാബ് നോക്കിയിട്ടാണ് ആരംഭ റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിച്ചിട്ടുള്ളത്. ആ കണ്ണിന് അത് പോരാ. റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടായാൽ എന്നെ ഖബറിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോഴും എന്റെ മഹ്ശറിന്റെ ജീവിതത്തിലും അല്ലാഹുവിന്റെ സലാമത്ത് രക്ഷയ്ക്കുണ്ടാകും. അതുകൊണ്ട് എന്റെ കണ്ണിന്റെ മുകളിൽ ആ മുടി വെച്ചു തരണം. രണ്ടാമത്തെ മുടി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ചുണ്ടിന്റെ മേൽ വെച്ചു തരണം. ഈ രീതിയിൽ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല, മരണപ്പെട്ടു പോകുമ്പോഴും മരണത്തിന് ശേഷം ആ മുടിയുടെ ബർക്കത്തുണ്ടാകണമെന്ന് ചിന്തിച്ച ലോക പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഉദാഹരണത്തിന് 2 ആളെ ഞാൻ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സഹാബിമാരും പണ്ഡിതന്മാരും ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഖാറുകളുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടികളെ കൊണ്ട് ബർക്കത്തെടുക്കുന്നവരാണ്. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ള മുഴുവൻ സാധനങ്ങൾ കൊണ്ട് ബർക്കത്തെടുക്കുന്നവരാണ്. ബുഖാരി അത് സമ്മതിച്ച കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇബ്നു ബാസ് എന്നൊരു മനുഷ്യനുണ്ട്, അവരുടെ നേതാവാ. അയാൾ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കുന്നതിന് എതിർപ്പില്ല, പക്ഷേ മറ്റുള്ള ആളുകളെ ആധാർ കൊണ്ട് ബർക്കത്തെടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു ബാസ് പറഞ്ഞെങ്കിലും ഈ ആധാറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനായ പ്രവാചകന്റെ ആധാരം കൊണ്ട് ബർക്കത്തെടുക്കുന്നതിനെ ലോകത്തൊന്ന് പരിപൂർണമായി ഇല്ലായ്മ ചെയ്യാൻ വളരെയേറെ പ്രവർത്തിച്ച നേതാവാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇബ്നു തൈമിയ്യ. നിങ്ങൾ പരിശോധിച്ചോ, ആ ഇബ്നു തൈമിയ്യയുടെ സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട യൂസുഫ് അൻ-നബഹാനി അദ്ദേഹത്തിന്റെ ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അവ്വലമൻ റദ്ദ ദാലിക വഅൻകറഹു ഇബ്നു തൈമിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആധാറുകൾ അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നത് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിച്ചു പോകുന്നൊരു കാര്യമാണ്. 5-ാം നൂറ്റാണ്ടിന്റെ അവസാനം വന്ന, അഥവാ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 500 വർഷം കഴിഞ്ഞതിന് ശേഷം വന്ന ഇബ്നു തൈമിയ്യയാണ് അവൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആധാറിനെ റദ്ദ് ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന,
സനദില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന് വാദം ഉന്നയിച്ചത് ആദ്യമായി ഇബ്നു തൈമിയ എന്ന മനുഷ്യനാകുന്നു. യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സംഭവമാണിത്. നിങ്ങൾ ചിന്തിച്ചോ, എന്തൊരു വിഷമമാണ് നമുക്ക്. സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ വരുമാനം നൽകിയത്, അത് രൂപീകരിച്ചത് ഈ ഇബ്നു തൈമിയയുടെ തെറ്റായ വാദങ്ങളെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട സമസ്ത വലക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളും ബഹുമാനപ്പെട്ട അഹ്മദ് ഓയസ്സാനിയും പുതിയ അബ്ദുറഹ്മാൻ മുസ്ലിയാരും അങ്ങനെ സമസ്തയുടെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാര് മുഴുവനും നേതൃത്വം നൽകി ഈ സമസ്ത എന്ന സംഘടനക്ക് രൂപം നൽകിയത് ഇബ്നു തൈമിയ ലോകത്ത് പറയുന്ന തെറ്റായ വാദങ്ങളെ ഖണ്ഡിക്കാൻ, ആ തെറ്റായ വാദങ്ങൾ ജനങ്ങൾക്ക് പെട്ടുപോകാതിരിക്കാൻ അവരെ ബോധ്യപ്പെടുത്താൻ ഉണ്ടാക്കിയ സംഘടിപ്പിച്ച സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഇന്ന് ആ സംഘടനയുടെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഏതാനും ചില ആളുകള്, അവർക്ക് ഒപ്പിച്ചു നിന്ന് കൊടുക്കുന്ന കുട്ടികള്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒപ്പിച്ചു നിന്ന് കൊടുക്കുന്നവർ, എസ് എന്ന് പേര് പറഞ്ഞാൽ വേണ്ടില്ല, എന്ന് പേര് പറഞ്ഞാൽ വിരോധമില്ല. ഈ ആളുകൾ മുഴുവനും ഇബ്നു തൈമിയ പ്രയാസാക്കിയ, ഇബ്നു തൈമിയ എതിർത്ത, അല്ലെങ്കിൽ ലോകത്ത് 500 കൊല്ലം വരെ ഒരു കുട്ടി എതിർക്കാത്തത് ആദ്യമായി ഇബ്നു തൈമിയ എതിർത്തു എന്ന് യൂസുഫ് നബ്ഹാനി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറ് സനദില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കാൻ ഇബ്നു തൈമിയക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എന്തൊരു ഖേദകരമായ സംഭവമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, സമസ്ത പിളർന്നു, അല്ലെങ്കിൽ സമസ്തയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ബഹുമാനപ്പെട്ട ഉള്ളാഹുത്തങ്ങളും എപിഎസ്കാരും സൈമ മുസ്ലിയാരും അടക്കമുള്ള ആലിമീങ്ങളാണ്, ബഹുമാനപ്പെട്ട എംഎൽക്കാരും അതുപോലത്തെ ഹംദ മുസ്ലിയാരൊക്കെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, സയ്യിദന്മാർ അതുമായി വിട്ടുപിരിഞ്ഞതാ. ഈ പാർട്ടി സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇബ്നു തൈമിയയുടെ ആശയം വാരിപ്പൊള്ളുന്നുകൊണ്ട് ലോകത്ത് പ്രചരിപ്പിക്കാൻ രണ്ടാമത് ശ്രമം തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയതിലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ഈ ഒരു ഇബ്നു തൈമിയന്റെ തെറ്റായ വാദങ്ങളെ എതിർക്കാൻ വേണ്ടി സംഘടിപ്പിച്ച, അല്ലെങ്കിൽ രൂപം കൊണ്ടൊരു സംഘടന, ആ സംഘടനയുടെ 40 ആളുകൾ അവകാശപ്പെടുന്നവർ ഒരുമിച്ചിരുന്നുകൊണ്ട് ഇബ്നു തൈമിയ എതിർത്തൊരു കാര്യം, അല്ലെങ്കിൽ ഇബ്നു തൈമിയ പറഞ്ഞൊരു കാര്യം, ആദ്യമായി ഇബ്നു തൈമിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സമസ്ത അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് പേരും പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണോ ഇവർ? തെറ്റായ മുഴുവൻ വാദങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ആർക്കും അറിയാവുന്നൊരു വസ്തുത, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കണം. ശിർക്കാണ്, ഹറാമാണെന്ന് ആദ്യം വന്ന ഇബ്നു തൈമിയയാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇബ്നു തൈമിയ മുമ്പ് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് സഹായം ചോദിക്കുക ശിർക്കാണെന്ന് ലോകത്തിൽ കുട്ടിയും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ആദ്യം ആ വാദം ഉന്നയിച്ച് ഇബ്നു തൈമിയയാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ ലോകത്ത് എടുക്കാത്തൊരു നാടകമായി മാറിപ്പോയി എന്ന് ഇമാം സുബ്കിയാണ് പറഞ്ഞത്. അതുപോലത്തെ മഹാന്മാരാ പണ്ഡിതന്മാർ മുഴുവൻ അയാളും പറഞ്ഞു, ഇബ്നു തൈമിയ തന്നെയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സൈഖുൽ മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാഹ് ഹറാമാണെന്ന് ആദ്യമായി പറഞ്ഞു ഞാനാകുന്നു എന്ന്. ഈ രീതിയിൽ പുതിയ വാദങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന അദ്ദേഹമാണ്, ഇബ്നു തൈമിയയാണ്. സനദില്ലെങ്കിൽ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന വാദം ഉന്നയിച്ചിട്ടുള്ളതാ. വിവരക്കുറവെന്നല്ലാതെ എന്തു പറയാൻ? ഇസ്ലാം സനദ് വേണം, അത് അഹ്കാമുകൾക്കാണ്. ഇസ്ലാമിൽ ഒരു നിയമം സ്ഥിരപ്പെടണമെങ്കിൽ സനദുള്ള സ്വഹീഹായ സനദുള്ള ഹദീസ് കൊണ്ട് മാത്രമേ സ്ഥിരപ്പെടുകയുള്ളൂ. മറിച്ച് മഹാന്മാരായ ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാർ, അല്ലെങ്കിൽ മഹാന്മാരായ സഹാബത്തെ കിറാം, അവരുടെ ആധാറുകളെ ബഹുമാനിക്കാൻ, അവരുടെ ആശ്രയങ്ങൾ സ്ഥിരപ്പെടാൻ സനദിന്റെ ആവശ്യമില്ല. സനദ് വേണമെന്ന് ആദ്യമായി വാദിച്ച് എന്നിട്ട് യൂസുഫ് നബ്ഹാനി തുടർന്നുകൊണ്ട് എഴുതുന്നു. എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ ആരംഭ റസൂലുള്ളാഹിന്റെ ആധാറുകളെ സംശയം സൃഷ്ടിക്കാനും ആ ആധാരങ്ങൾ കൊണ്ട് വർദ്ധത്തിൽ
കൊടുക്കുന്ന ഇല്ലായ്മ ചെയ്യാനുമാണ് ഇബ്നു തീമിയുടെ ഈ വാദം ഉപകരിച്ചിട്ടുള്ളത്. യൂസുഫ് ബഹാനി എടുത്തവരെ രേഖപ്പെടുത്തുകയാ. അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ഇബ്നു തീമിന്റെ ആശയം പ്രചരിപ്പിക്കാനുള്ളതല്ല, ഇബ്നു തീമിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ളതല്ല, മഹാന്മാരെ വഴിയിൽ സഞ്ചരിക്കേണ്ടവരാ. നിങ്ങൾ ചിന്തിച്ചോ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി. ഇബ്നു ഹജർ അൽ ഹൈതമി ഇറങ്ങിയിരിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ വിരോധമില്ല. ഇബ്നു ഹജർ അൽ ഹൈതമിനെ അറിയാത്ത ആളുകളില്ല. തുഹ്ഫ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഇതിനെന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാകും. അബൂ സാലിഹ് സഖാഫി നിങ്ങളെ സമീപിക്കുന്നുണ്ട്, എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഇബ്നു ഹജർ അൽ ഹൈതമി ഇന്ന് ശാഫിഈ മദ്ഹബിൽ ഒരു മസല വരുമ്പോ പണ്ഡിതന്മാർ ശ്രദ്ധിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി എന്ത് പറയുന്നു എന്നാണ്. ഞാനത് വിശദീകരിക്കല്ല. ഇദാ ഖാലത്ത് ഹറാമി ഫസദ്ദിഖൂഹാ ഫഇന്നൽ ഖൗല വഖാലത്ത് ഹറാമി. ഹറാമിന്റെ ആണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ ആരംഗത്ത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി അത്തരം വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഏതൊരു മസലയിൽ നിന്ന് ആരോട് അന്വേഷിച്ചാലും വിദഗ്ധത്വം എന്ന് പറഞ്ഞാൽ നോക്കുന്നത് തുഹ്ഫ ഫതാവൽ കുബ്ര അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ എന്താണുള്ളതല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കാം. വളരെ വ്യക്തമായി ഇബ്നു ഹജർ അൽ ഹൈതമി പറഞ്ഞൊരു മറുപടി കൂടി തന്നെ വായിക്കട്ടെ. ഫതാവൽ കുബ്രയിൽ കാണാം ഒരു ചോദ്യം. ആ ചോദ്യത്തിൽ ഇബ്നു ഹജർ അൽ ഹൈതമിയോടാണ് ചോദ്യം. ആ ചോദ്യത്തിൽ കാണാം സുഇല റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമിയോട് ചോദിക്കപ്പെട്ടു അൻ ശഖ്സിൻ ഇൻദഹു ശഅറത്തുൻ മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാ ഖീല. ഞങ്ങളുടെ നാട്ടിൽ ഒരു ശഖ്സ്, ഒരു മനുഷ്യൻ, ഒരു വലിയെന്നല്ല, അയാൾ ഒരു സയ്യിദാണെന്ന് പറഞ്ഞിട്ടില്ല, അയാൾ ഒരു ഇൽമാണെന്ന് പറഞ്ഞിട്ടില്ല, അയാൾ ഒരു ആരിഫാണെന്ന് പറഞ്ഞിട്ടില്ല. അൻ ശഖ്സിന്റെ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കലുണ്ട് ശഅറത്തുൻ മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടി. അവിടെ അലാ മാ ഖീല ചോദ്യത്തിൽ തന്നെ ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടിലെ വ്യക്തിന്റെ കൈവശത്തിൽ ഒരു മുടിയുണ്ട്. ഈ മുടി അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം സൂക്ഷിച്ചതാണ്. ആ വീട്ടിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും ആ പെട്ടി തുറന്ന് അദ്ദേഹം ആ മുടി ആവശ്യപ്പെടുന്നവർക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ ആളുകൾ വന്ന് ഈ മുടി കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഹദിയയും നൽകും. ആ ഹദിയ അദ്ദേഹം സ്വീകരിക്കും. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സഹോദരനാണ് പിന്നീട് അക്കാര്യം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് അത് കാണിച്ചു കൊടുക്കുന്നത്. പിന്നീട് രണ്ടുപേരും മരിച്ചുപോയി അദ്ദേഹത്തിന്റെ കുടുംബങ്ങളാണുള്ളത്. ഈ കുടുംബങ്ങളുടെ കയ്യിലാണ് ഇപ്പൊ ആ മുടിയുള്ളത്. അവരെയാണ് ചോദ്യം വരുന്നത്. ആ കുടുംബങ്ങൾ ഈ മുടിയിൽ നിന്ന് ലഭിക്കുന്ന ഹദിയ പിതാക്കന്മാരുടെ മീറാസായി അനന്തരവകാശമായിട്ടാണോ ഉപയോഗിക്കേണ്ടത്, അനുഭവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് മക്കളെ കൂട്ടത്തിൽ പുരുഷന്മാർക്ക് രണ്ടും പെൺകുട്ടികൾക്ക് ഒന്നും ഈ രീതിയിലാണോ? അതല്ലാതെ സമമായി തന്നെയാണോ ഈ മക്കൾ അത് ഉപയോഗിക്കേണ്ടത്? നോക്ക് നിങ്ങൾ, ഇബ്നു ഹജർ അൽ ഹൈതമി എന്ന മഹാപണ്ഡിതനോടാണ് ഈ ചോദ്യം. ആരംഭ റസൂലുള്ളാഹിന്റെ മുടി എന്ന് പറയപ്പെടുന്ന ഒരു മുടി ആ ശഖ്സിന്റെ കൈവശത്തിലുണ്ട്. ഒരു വലിയെന്നോ ഒരു ആലിമെന്നോ പറയാന് ഒരു ശഖ്സ്. ഇബ്നു ഹജർ തങ്ങൾ ചോദിച്ചിട്ടില്ല ശഖ്സ് ആര്. അയാൾ പണ്ഡിതനാണോ? ഇബ്നു ഹജർ ചോദിക്കുന്നില്ല. അയാൾ ഒരു വലിയാണോ? ഇബ്നു ഹജർ അന്വേഷിക്കുന്നില്ല. അയാൾ സയ്യിദാണോ? ഇബ്നു ഹജറിനെ പറ്റി അന്വേഷണമില്ല. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി ചോദിക്കുന്നതിന്റെ മെയിൻ പോയിന്റ് ഈ മുടി ലഭിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികത്ത് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുകയും ഒരു ഹദിയ സ്വീകരിക്കുകയും ചെയ്യും. അവർ കൊടുക്കുമ്പോൾ നിർബന്ധിച്ചു വാങ്ങുന്നില്ല. ഈ ഹദിയ സ്വീകരിക്കുന്ന മനുഷ്യൻ തലമുറയിലേക്ക് മാറിയപ്പോ അനന്തരവകാശമായിട്ടാണോ അതല്ല സമമായിട്ടാണോ അത് കൈകാര്യം ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. നിങ്ങൾ ആലോചിച്ചോ, ആരംഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ഒരു മനുഷ്യന്റെ കൈവശത്തിലുണ്ട്. ആ മുടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമിയോട് ചോദിച്ചപ്പോ മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ മറുപടി കേൾക്കുന്നത് ഫതാവൽ കുബ്രയിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി മറുപടി പറയുന്നു, നഫഅല്ലാഹു തആല ഇന്നഹാ ശഅറത്തുൻ മിൻ ശഅരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ. ആ മുടി വളരെ മഹത്വമുള്ള ഒരു മുടിയാണ്, ശരീഫത്തായ മുടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്നല്ലേ പറയപ്പെടുന്നത്.
അതുകൊണ്ട് ആ മുടി ശരീഫത്തായ മുടിയാ. അത് ഒരാൾക്ക് മിൽക്കാക്കാനോ അതല്ലെങ്കിൽ ഒരാളുടെ ഉടമയെ തന്നെ സൂക്ഷിക്കാനോ അതല്ലെങ്കിൽ മക്കൾക്ക് അനന്തരമായി നൽകാനോ ഉള്ളതല്ല. ആരെങ്കിലും ആ മുടി കാണുമ്പോൾ ഹദിയ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നൽകുന്നുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിന് ബന്ധപ്പെട്ട ആളുകൾക്ക് സമമായി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഈ മസലയിലാണ് ഇബ്നു ഹജർ ഒതുങ്ങി നിൽക്കുന്നത്. ശഅവത്തുൻ ശരീഫ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണെന്നല്ലേ പറയപ്പെടുന്നത്. അത് വളരെ ശ്രദ്ധമായ മുടിയാ, ഒരു സംശയം ഇബ്നു ഹജർ ഹത്തമിക്കില്ല. ഞാൻ പറയുന്നു സമർത്ഥകയാണ് ജമിയത്തുൽ ഉലമാ, ഉൾപ്പെടെ കഞ്ഞിത്തുസ്താടക്കം കഴിഞ്ഞുപോയ പലരുടെയും ആലിമീങ്ങളും മുഴുവനും ഈ ഇബ്നു ഹജർ ഹത്തമിനെ അംഗീകരിക്കുന്നവരാണോ അല്ല ഇബ്നു തീമിനെ അംഗീകരിക്കുന്നവരാണോ? നിങ്ങൾ ചിന്തിക്കണം. പറയണമെന്ന് പറയുന്നില്ല, ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഇബ്നു ഹജർ ഹത്തമിനെയാണ് അംഗീകരിക്കുന്നെങ്കിൽ ഇബ്നു ഹജർ ഹത്തമി സ്വീകരിച്ച ലൈൻ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. ആ മുടി മഹത്വമുള്ള മുടിയാണ്. ഇതുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ അറിയപ്പെടുന്ന പല പണ്ഡിതന്മാരും ആ മുടിയെ ബഹുമാനിച്ച്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചോ, ഈ പ്രശ്നം ഇവിടെ ഇല്ല. എ പി ഉസ്താദ് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഹദിയ വാങ്ങുന്ന സ്വഭാവമില്ല. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അത് വീതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. മർദ്ദസുഖാമത്തുസ്നയിലാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ ആരോടും അങ്ങനെ പ്രത്യേകമായി ഹദിയ ചോദിക്കുന്നില്ല. ഇത് ചോദിക്കേണ്ട വന്നുകൊടുപ്പെട്ടാൽ അതും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എ പി ഉസ്താദിന്റെ വീടിന് വേണ്ടിയല്ല, എ പി ഉസ്താദിന്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ല, മർദ്ദസുഖാമത്തുസ്നയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും വ്യക്തമായി പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ സംഭവം അതിനെപ്പറ്റി ഒരക്ഷരം ഉരിയിടാതെ അതിനെ ചിന്തിക്കാതെ അതിന്റെ കൽപ്പാടിൽ നിന്നും മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. നമുക്ക് വിഷയങ്ങൾ ഏത് വന്നാലും ഇസ്ലാമികമായി അതിന് രേഖകളുണ്ട്. നമ്മൾ ആ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമിയെ പോലത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നോക്കിയാണ് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്താറുള്ളത്. അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന ആളോട് വിലയിരുത്തുന്ന ഭാഷ ഞാൻ ഓർമ്മപ്പെടുന്നു. ഇബ്നു ഹജർ ഹൈതമി എന്ന് പറഞ്ഞു, നമുക്കതാണ് സ്വീകരിക്കാൻ പറ്റുന്നത്. ഇബ്നു തൈമിയുടെ ആശയമല്ല. സമസ്ത ഈ സംഘടന രൂപം നൽകിയത് ഇബ്നു തൈമിയുടെ വിദേഹത്തിന്റെ എതിർക്കാനും ഇബ്നു തൈമിയുടെ തെറ്റായ ആശയങ്ങളെ ലോകത്തിന് മുമ്പിൽ വരച്ച് വിവരിച്ച് കാണിച്ചു കൊടുത്ത് ജനങ്ങൾ ആ തെറ്റിദ്ധാരണ ഇല്ലായ്മ ചെയ്യാനുമാണ്. അതുകൊണ്ട് ആരംഭസുഖാന മുടിയാണ് എന്ന് പറയപ്പെടുന്ന ഒരു മുടി നമ്മുടെ കൈവശത്തില്, ഒരു വക്കീലിന്റെ കൈവശത്തില്, ഒരു വഹാന്റെ കൈവശത്തിലുണ്ടായാൽ നമ്മൾ സ്വീകരിക്കേണ്ട മാതൃക ശഅവത്തുൻ ശരീഫ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ആ മറുപടിയാണ്. അത് മഹത്വമുള്ള മുടിയാണ്, ആരംഭസുഖാന്റെ മുടിയാണ്. ഈ കാഴ്ചപ്പാടാണെന്ന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതെന്നും മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും നമ്മുടെ സംഘടന നേതാക്കളും സയ്യിദന്മാരും ആലിമീങ്ങളും സമസ്ത കേരള ജമിയത്തുലുള്ള ഒന്നടക്കം SYSSF ഉൾപ്പെടെ സുന്നത്തമായത്തിന്റെ ആശയങ്ങൾ അയിമ്മത്തുകൾ വിവരിച്ച കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത് അംഗീകരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് പ്രശ്നത്തിന് ആവശ്യമില്ലാത്തതുപോലെ നമുക്കതിന് സമയമില്ല. എ പി ഉസ്താദിന് സമയമില്ല. അദ്ദേഹം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ലോകത്ത് ഒരു 10-25 വയസ്സ് പ്രായമായിട്ടുണ്ടാകും. ഒരു മനുഷ്യനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരു മനുഷ്യനെ ചെയ്തു തീർക്കാൻ പറ്റാത്ത രീതിയിൽ അത്ഭുതങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾക്ക് വേണ്ടിയല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, പരിശുദ്ധ ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഓരോ ദിവസങ്ങളിലും വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. നാം അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അദ്ദേഹത്തോടൊട്ടി നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ല പ്രവർത്തനത്തിൽ മുഴുവൻ നേതൃത്വം ഭാഗമാക്കാമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻകാരെ സംബന്ധിച്ച് ഞാനിത് കൂടുതൽ പറയേണ്ടതില്ല. എത്രയോ വലിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിന് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക, നല്ലതിന് മുമ്പിൽ വിലങ്ങി തരിയാതിരിക്കാൻ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എന്ത് പ്രശ്നങ്ങൾ ആരൊക്കെ ഉണ്ടാക്കി പാലങ്ങൾ സൃഷ്ടിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ സൃഷ്ടിച്ച് സംഘടനയെ തകർക്കാനോ സുന്നത്തുമായത്തിന്റെ പ്രവർത്തനങ്ങൾ നിർജീവമാക്കാനോ ശ്രമിച്ചാൽ നമ്മൾ അതിൽ വഞ്ചിതരാകാതെ സുന്നത്തുമായത്തിന്റെ പിന്നില്, നമ്മുടെ സംഘടനയുടെ പിന്നില്, നമ്മുടെ നേതാവിന്റെ പിന്നില് അണിനിരക്കണമെന്ന് മാത്രം ഓർപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ കൂടിയ മുഴുവൻ ആളുകൾക്കും ഈ ഒരുമിച്ച് കൂടിയത് ഒരു വലിയ പ്രതിഫലമുള്ള പ്രവർത്തനമായി അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
പ്രിയമുള്ളവരെ, ജനങ്ങൾ റോഡ് നിറച്ച് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ആ പള്ളിയുടെ ഭാഗത്തൊക്കെ വലിയ റഷ് അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. വളരെ സൗകര്യം ചെയ്തുകൊണ്ട് വിശാഖത്ത് കോമ്പൗണ്ടിലേക്ക് കുറഞ്ഞ സൗകര്യം ബാക്കിയുണ്ട്, ഉപയോഗിക്കാവുന്നതാണ് എന്നുറപ്പുന്നു. ബിൽഡിങ്ങിന്റെ മുകളിലുള്ളവർ ശ്രദ്ധിക്കണം, മറഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, വളരെ ശ്രദ്ധിക്കണമെന്നുണർത്തുകയാണ്. മന്നരായ സുലൈമാൻ ഉസ്താദ് നമ്മോട് സംസാരിക്കും. ആദരവും ഉസ്താദ് ക്ഷണിക്കുന്നു. السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا صراطي مستقيما فاتبعوا ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم. പ്രിയമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, മുസ്ലിം സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ മുഅ്മിനാക്കി തന്നു. നമ്മളെ ഇസ്ലാമിനെ പഠിച്ചു തന്നു, ഈമാനിനെ പഠിച്ചു തന്നു. അത് വലിയ നിഅമത്താണ്. അല്ലാഹു തആലയുടെ നിഅമത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയ ആളുകൾ അത് ഊരിപ്പോകുന്ന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നതാണ് നമ്മൾക്ക് ഉപദേശിക്കാനുള്ളത്. കുറേ ആളുകൾ കൂടുമ്പോൾ തഖ്വയുടെ വസിയ്യത്ത് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച കൂടുമ്പോൾ ജുമാ സഹിയാണ്, കുത്തുബാണ്, തഖ്വയുടെ വസിയ്യത്താണ്. അതൊരു വെള്ളിയാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വെള്ളിയാഴ്ച ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു കൂടിയ വലിയൊരു സഭയെ ഇതിൽ കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെപ്പോലത്തെ ആളുകൾ പെരുത്തുപോയി ലോകത്ത് പലപ്പോഴും പലതും പറയാ. അതുകൊണ്ട് ഈമാൻ ഊരിപ്പോകുന്ന വാക്കുകൾ ആരും പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തങ്ങളെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി ബഹുമാനിക്കണമെങ്കിൽ പിന്നെ ഓ മുഅ്മിനാവില്ല. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന് തന്നെ സുന്നത്ത് ജമാഅത്തിനെ ഇവിടെ കൊണ്ടുവരേണ്ടത്. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ ശേഷം തന്നെ സഹാബത്തിനൊക്കെ കാഫിറാക്കി, ഒരു തമ്മിൽ ഒക്കെ കലഹിച്ചു, അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, അവരെല്ലാം പേശിപ്പോയി എന്നൊക്കെ പറഞ്ഞ കൂട്ടക്കാരുണ്ടായിരുന്നു. അതൊന്നും ഒരു ശരിയല്ല, അതൊക്കെ രേഖകൾ മനസ്സിലാക്കി അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നും നടന്നിട്ടില്ല, അധികാരത്തിന് വേണ്ടി ആരും കയ്യേറിയിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കി പേച്ച കൂട്ടക്കാര് ഇന്ന് നടാടേണ്ടതല്ല. അന്ന് മുതൽക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്ത് കാലത്ത് മുതൽക്ക് തന്നെ യസില്ല മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറം എന്ത് പറയാണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിടിച്ചു വെച്ചു സഹാബത്തിന്. യസില്ല മുഹമ്മദ് എന്ന് പറയുമ്പോ ഒരു ഈമാന്റെ മനസ്സിന് പൊറുക്കാൻ കഴിയാതെ എന്ന മാതിരി നബി സല്ലല്ലാഹു അലൈഹി ഞങ്ങളെ കണ്ടുകൊടുത്തിട്ട് നിസ്സാരമാക്കുക, നബി സല്ലല്ലാഹു ഞങ്ങളെ ഷാരമുബാരക്ക് നിസ്സാരമാക്കുക, വാക്ക് നിസ്സാരമാക്കുക, ദീന്റെ കാര്യങ്ങൾ നിസ്സാരമാക്കുക, അഹ്ലുബൈത്തിനെ നിസ്സാരമാക്കുക, നബി സല്ലല്ലാഹു ഞങ്ങളെ ബഹുമാനിച്ചടക്കുന്ന ഉലമാക്കന്മാരെ നിസ്സാരമാക്കുക, ഔലിയാക്കന്മാരെ നിസ്സാരമാക്കുക. ഇങ്ങനെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്സാരാക്കലാണ്. അത് നമ്മൾക്ക് പറ്റിയതല്ല, ഒരിക്കലും മുഅ്മിനായി പറഞ്ഞ് നമ്മൾക്ക് അത് പറ്റിയതല്ല. അത് നല്ല വഴിയിൽ കൂടി നടക്കണം. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും ഒരു മാതൃകയായി കാട്ടിക്കൊടുക്കാനുള്ളത് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ്. എ.പി. ഉസ്താദ് എന്ത് ചെയ്ത് ഈ ലോകത്ത് എന്തൊരു പടക്കത്തരാ ചെയ്തത്? ഏത് സ്ഥലത്ത് ചെല്ലുകയാണെങ്കിലും അവരുണ്ടാക്കി കൊടുത്തേ, ആരോടെയും പൈസ വാങ്ങിയിട്ടായിക്കോട്ടെ, അരബികളോടോ അജ്മികളോട് എവിടെ നോക്കുകയാണെങ്കിൽ പള്ളി എ.പി. ഉസ്താദിന്റെ പള്ളി
മദ്രസ, സ്ഥാപനങ്ങളിൽ അങ്ങനെ ദീനിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ഗുണം ചെയ്യാന്നുള്ളതല്ലാതെ അതിന്റെ കൂടെ ബഹുമാനിക്കണ്ടീനൊക്കെ ബഹുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ശായറിനെ ബഹുമാനിക്കുക. എന്നതിനെ ഭയപ്പെട്ട് എല്ലാ ശായറിനെയും ബഹുമാനിക്കുക. ഇത് ഇന്ന് മുതൽക്കുണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ശായർ മുബാറക്കിനെ ബഹുമാനിക്കൽ ആ കാലം മുതൽക്ക് സഹാബത്ത് പല നാട്ടിലും ഡൽഹി ആ ഭാഗത്തേക്കൊക്കെ കുറെ ഉമരിയാള്, കുറെ സിദ്ദീഖിയാള്, കുറെ അയ്യൂബിയാള്, അബൂ അയ്യൂബ് അൻസാരിന്റെ ആൾക്കാർ, ഇങ്ങനെ കുറെ ആളുകൾ ഡൽഹി ആ ഭാഗത്തൊക്കെ വലിയ വലിയ പണ്ഡിതന്മാര് അവരൊക്കെ വന്നിട്ടുണ്ട്. ഓരോ കൂടൊക്കെ വർക്കത്തിന് നാട് വിട്ടു വരുമ്പോ ഷായർ മുബാറക്കാണ്. ആ ഷായർ മുബാറക്ക് അവര് ബഹുമാനിക്കലാണ്. മഹദിയായ ഉമ്മു സലമ ബിബിന്റെ അടുത്ത് ഷായർ മുബാറക്കുണ്ട്. ആർക്കെങ്കിലും സൂക്കടായാൽ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തേക്കും. എന്നിട്ട് ആ ഷായർ മുബാറക്ക് കയ്യിലിട്ടിട്ട് ആ വെള്ളം കൊടുത്തേക്കും. അങ്ങനെ രോഗശമന അങ്ങനെ ചെയ്യൽ പണ്ടേ ഉണ്ട്. സാരികളൊക്കെ ചെയ്യലുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷായർ നബി ഇവിടെ എല്ലാ പല സ്ഥാപനങ്ങളിലുണ്ട് ഷായർ മുബാറക്ക്. ദൈവത്തിലുണ്ട്, എവിടെ വെല്ലൂരുണ്ട്. ദൈവന്തിയാളിൽ നല്ല കൂട്ടക്കാര് ചില വിഷയത്തില് തെറ്റുള്ള കൂട്ടനാണ്. പറഞ്ഞിട്ട് കാര്യം ഷായർ മുബാറക്കിനെ പറ്റിയൊക്കെ അവർക്കും ബഹുമാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ തലയെക്കെട്ടൊക്കെ വെച്ചിട്ട് എന്തൊരു ബഹുമാനത്തിൽ അവർ വെച്ചിരിക്കണേ. അപ്പൊ ഇത്തരം അവർ പേച്ചിട്ടില്ല. നിങ്ങൾ പേച്ചവരെന്ന് പറയുന്ന അവര് ചിലപ്പോ റസൂലുള്ളാഹിന്റെ തലയെക്കെട്ട് അതിനെ ഒരു പെട്ടിയിലാക്കി, വേറൊരു പെട്ടിയിലാക്കി, 4 പെട്ടിയിലാക്കി കൊടുത്തിട്ട് ഒരു സ്റ്റൂളിൽ കൊടുത്തിട്ട് വെക്കും. എന്നിട്ട് അത് തുറന്ന് കാണണമെങ്കിൽ ഒന്ന് കാട്ടി ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് ഒന്ന് മുത്താനായിക്കൊള്ളു. അത്തരം ബഹുമാനം ഏത് യാതിക്കുണ്ട്. ഇനി മതജാതി യാതിക്ക് വരേണ്ടത് ആ മുസ്ലിമീങ്ങൾക്ക് വേണ്ട. നബി സല്ലല്ലാഹു എത്ര ആളുകൾ റസൂലുള്ളാഹിന്റെ ചെന്ന് ഭരം കിട്ടിയ നല്ല നല്ല കൂട്ടക്കാര്, അവര് വൈദ്യത്തിലേക്ക് ഭരം കിട്ടിയ കൂട്ടക്കാര്. അപ്പൊ ഇതൊക്കെ തള്ളി പറയാ, അതിനെ ബഹുമാനിക്കണോലെ തള്ളി പറയാ എന്നുള്ളത് എന്തോ ഒരു സൂക്കടാണ്. ആ സൂക്കട് അല്ലാഹു തആല അവർക്ക് സുഖമാക്കി കൊടുക്കട്ടെ എന്നല്ലാതെ നമുക്കൊന്നും പറയില്ല. ആ സൂക്കട് സുഖമാക്കി കൊടുക്കട്ടെ. പിന്നെ ഇത് പിളർപ്പായി പോകുന്നതിനൊന്നും പറയാൻ പറ്റൂല. മഹാന്മാരായ നേതാക്കള് ശംസുലുലമ, കണ്ണീത്ത് അവരൊന്നും ഇത് വളർത്തിയിട്ടില്ല. അവര് ഞാൻ ഒന്നിനും പകരേന് പഴയ കാലത്ത്. അപ്പൊ ഞാനൊരിക്കൽ ഒരിക്കൽ മുദരിസായതിനു ശേഷം ശംസുലുലമനെ കോട്ടുമാലിനി ഒരു തുള്ളി വെച്ച് കണ്ടു. അപ്പൊ ആരോ എന്നെ പരിചയപ്പെടുത്തി കൊടുത്ത് നിന്നോട് ദർശനത്തിൻ്റെ ആളാണ്. നിങ്ങളുടെ കോഴിക്കോട്ടേക്ക് യോജനം തരാത്ത ഇതിപ്പോ ഞാൻ ഈ ദർശനമൊക്കെ മടങ്ങുവെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഉള്ളു. കുട്ടികളെ ഓത്ത് മടങ്ങുവെച്ചിട്ട് വരാത്താണ്. ആശയത്തിലൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. എന്നാലും ആവശ്യം ഉണ്ടാകുമ്പോ വരണമെന്ന്, അങ്ങനെ ആവശ്യം ഉണ്ടാകുമ്പോ വരണമെന്ന് അങ്ങനെ പറഞ്ഞ് അടുപ്പിട്ട് ഞാൻ പിന്നെ ഈ പിളർപ്പൊക്കെ ഉണ്ടായതിനു ശേഷം ഇനിയൊക്കെ കണ്ടിട്ട് അപ്പൊ മുമ്പ് ആദ്യം കണ്ട ആ ബന്ധം ഒരിക്കൽ ഉസ്താദും ഉപരും കൂടി ഇരിക്കണോടത്ത് ഞാൻ പോയി സംസാരിച്ച് ആ ബന്ധമുണ്ട്. അപ്പൊ ഈ പിളർപ്പുണ്ടായപ്പോ ഞാൻ അവരോട് സംസാരിച്ച് കുറെ ദീർഘനേരം സംസാരിച്ചു. അവസാനം ഉപർ പറഞ്ഞു മറുപടി എന്താ, നിങ്ങളൊന്നിലൊന്നു. അപ്പൊ നമ്മളെ ഈ ഫിറാക്ക്, നമ്മളെ ഈ ആശയം, നമ്മളെ ഈ ആദർശം അത് സംഭവിച്ച് അല്ലാതെ ഒരു ആടിന് വരല്ലോ ഒന്നിനെ പേശിയിൽ ഉറച്ചിനോടിന് വരികയല്ലോ. അപ്പൊ ഞാൻ ഇന്നതാണ് എന്ന് എന്റെ ആശയം, ആ ആദർശ ശക്തി മനസ്സിലാക്കി കൊടുത്തപ്പോ നിങ്ങളൊന്നിലൊന്നു. അപ്പൊ അവരൊക്കെ അംഗീകരിച്ചതാണ്. എല്ലാവരും നമ്മൾ തന്നെ നല്ലവര്. അവസാനം വരെ അവരെല്ലാരോടും പറഞ്ഞത് നമ്മളെ പാർട്ടിയാ നല്ലത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. സത്യം എന്ന് പറഞ്ഞാൽ ഏതാ? സത്യമായ അഖീദ, സത്യമായ കർമ്മങ്ങൾ, സത്യമായ സ്വഭാവം. ഇതല്ലേ നജാത്തിന്റെ ആളുകള് അതെന്ന് പറഞ്ഞ് 73 കക്ഷികളുണ്ടാവും. അതിൽ ഒന്ന് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ പുസ്തകം മുതൽക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ച കാര്യം മുതൽക്ക് എന്ന് മുതൽക്കും പൊരിക്കാൻ കിട്ടുമ്പോൾ ആരാണ്? നമ്മളാണ്. അത് മാറ്റപ്പെടുത്തുന്ന കൂട്ടക്കാര് ഇവിടെ മുജാഹിദോ ജമാഅത്തോ അവരെ പിൻപറ്റി നടക്കുന്ന അവരെ താബീകളോ അതൊന്നും എല്ലാതിന്റെ കാര്യം ഉറപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് വലിയൊരു നേട്ടം. ഇവിടെ അവരത്തെ തങ്ങളും AP ഉസ്താദും ഇവരൊക്കെ നല്ല നിലയ്ക്ക് ഈ രാജ്യത്തിനെ കൊണ്ടു നടന്ന് നിങ്ങൾക്ക് വേറൊരു പ്രശ്നം ഇല്ലാതായി. അത് നിങ്ങൾ നാട്ടുകാരെല്ലാവരും മുറുക്കി പിടിക്കുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് വിജയം തന്നെ എന്നത് മാത്രം എനിക്ക് പറയേണ്ടത്. അവര് കൊണ്ടുവന്ന് ഇവർ രണ്ടാളെ കൂടെ
ഉസ്താദിന്റെ കൂടെ അവരുടെ കുഞ്ഞിശ്ശേരി കോയതങ്ങൾ പാപ്പ മൂപ്പര് ശക്തിയായ ശുചായി നല്ല ഷെഹ്മ് മുന്നിൽ ആ പട്ടത്തലൊക്കെ കിട്ടിയാണ് നടന്നാല് അതിന്റെ മട്ട സുന്നത്ത് ജമാഅത്തിന്റെ അതിർപ്പാണ്. അപ്പോഴും ചില ആളുകൾ പറഞ്ഞ് കുട്ടികളൊപ്പം നടന്ന് ഇയാളെ വടക്കായി, അയാൾക്ക് ഒരു വടക്കത്തരം വന്നിട്ടില്ല അവസാനം വരെ. ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളും അതേ റൂട്ടിൽ അൽഹംദുലില്ലാ നമുക്കൊക്കെ കണ്ണു വളർന്നയാവുന്ന നിലപാട് തങ്ങളെ മക്കളും അതിലെ നിരക്ക് നടക്കണം. ആ സുന്നത്ത് ജമാഅത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇത് എന്തിനു വേണ്ടിയാണ് വിട്ടുവീഴ്ചയില്ലാത്തത്? മുസ്ലിമായി മരിക്കാൻ വേണ്ടി. അല്ല, പുതിയത് വരുമ്പോ ഒരു പണ്ഡിതൻ നിങ്ങളെ മുഖം നന്നാക്കാൻ വേണ്ടി മുണ്ടാതിരുന്നാല് മല്ലൂനാവും. ലയനത്ത് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഇവരിങ്ങനെ കൊതിരിച്ചാറുള്ളത്. ഒരാളോടുള്ള വിദ്വേഷം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇൽമു പഠിച്ച കൂട്ടക്കാർക്ക് അത് മുണ്ടാതിരിക്കാൻ പറ്റൂല, അത് പറയേണ്ടി വരും. അള്ളാന്റെ കോപം പേടിച്ചിട്ട്, അള്ളാന്റെ ലയനത്ത് പേടിച്ചിട്ടാണ് ഉലമാക്കന്മാർ സത്യം തുറന്നു പറഞ്ഞത്. ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. വിവരമുള്ള ആളുകളെ നിലയെ കൊണ്ടു പോകുമ്പോ അവരെ തടഞ്ഞു വെക്കുക. വിവരമുള്ള ആളുകളെ ആരെങ്കിലും പേപ്പിച്ചു പോകുമ്പോ അവരെ തടഞ്ഞു വെക്കുക. ഈ ചെറുപ്പം മുതൽക്ക് കുറെ കാലം ഇസ്ലാം ഈമാനം പഠിച്ച് ഏതെങ്കിലും ഒരാൾ ചീനിന്റെ ഹോട്ടലിൽ വന്നിട്ട് ഒരു അരമണിക്കൂർ പ്രസംഗം കൊണ്ട് ഇതൊക്കെ പേശി എന്നിട്ട് പുതിയ ആളായി ഈ മനുഷ്യന് ബുദ്ധിയില്ലേ? ബുദ്ധി ഉണ്ടായിരിക്കും ചെറുപ്പം. അപ്പൊ ആ മനുഷ്യന്മാരെ സംരക്ഷിക്കേണ്ടതാണ്. ഒരു നേരം അരിക്ക് വൈകില്ലാത്ത ആളെ നമ്മള് അത് കൊടുത്ത് രക്ഷിക്കുമല്ലോ. അതിലും അപ്പുറമാണ് ഈമാ പേശി പോണ മനുഷ്യനെ രക്ഷപ്പെടുത്തില്ല. ആ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഉലമാക്കന്മാര് പരിപാടി വെച്ചാൽ അതിന്റെ ഒരു പരിപാടി വെക്കും എന്നല്ലാതെ ഇവരെ മാനം രക്ഷിക്കാൻ വേണ്ടിയല്ല. ഉലമാക്കന്മാരെ മാനം രക്ഷിക്കേണ്ട ആവശ്യമില്ല. അത് അമ്പിയാക്കന്മാര് മുതേനെ ആ കാലം മുതൽക്ക് തന്നെ കുറെ ആളുകൾ ചീത്ത പറഞ്ഞു, കുറെ ആൾ നല്ലത് പറഞ്ഞു. കൊല്ലലും തല്ലലും ഒക്കെ പണ്ടേണ്ട് മനുഷ്യന്മാര്. അങ്ങനെ ഒറ്റ സമുദായമായി ദീനില്ലാത്ത കാലം ഏതെങ്കിലും ഒരു കാലം പത്രത്തിന്റെ കാലം വന്നു കാണും. ജനങ്ങൾ ഉണ്ടായ കാലം അങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ആദ്യം നബിനെ നബിയായിട്ടാണ് അയച്ചിരുന്നത്. ആദ്യത്തെ ബാപ്പ ആദ്യം നബിയാണ്. അതിൽ നബി മക്കളൊക്കെ നല്ലവരാണ്. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് എന്തുണ്ടായി കാണും? ആ ഒരു വ്യത്യാസമുണ്ടായി. പിന്നെ ആ ദീനിന്റെ ഇഖ്തിലാഫുകളൊക്കെ വന്നപ്പോ ഒരു കൂട്ടക്കാർക്ക് യഹൂദി മതം, ഒരു കൂട്ടക്കാർക്ക് നസാറ മതം, പലരും വന്നപ്പോ ഇഖ്തിലാഫുണ്ടായി. അസ്സലാമു അലൈക്കും. വഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുകൾ, ഉസ്താദുമാർ, ഉലമാക്കൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആദർശ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട പ്രസംഗങ്ങളൊക്കെ വഴിയെ വരാനിരിക്കുന്നു. അതിനിടയിൽ രണ്ട് വാക്ക് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. ആദർശം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കേണ്ടത്, നിലനിർത്തി പോരേണ്ടത് നമ്മുടെ ഖൽബിൽ, ഹൃദയത്തിൽ ആണ്. അതിന്റെ അടയാളങ്ങൾ മറ്റ് അവയവങ്ങളിൽ പ്രകടമാകേണ്ടത് പ്രകടമാവുകയും വേണം. പക്ഷേ അതിന്റെ സ്ഥലം, അതിന്റെ സ്ഥാനം ഖൽബാണ്. അവിടെ അത്
അത് സ്ഥലം പിടിക്കണമെങ്കിൽ നേരത്തെ സമസ്തയുടെ ജമീയത്തുലമയുടെ ഉപാധ്യക്ഷൻ സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ രോഗമുണ്ടായാൽ അത് കൽബിൽ നിലനിൽക്കില്ല. കൽബിന്റെ രോഗം. പരിശുദ്ധ ഖുർആൻ ഹുദയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു അത് ആർക്ക് ഹുദയാണ്? ലിൽ മുത്തഖീൻ. കൽബിന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ പറ്റുന്ന ഹൃദയമാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗം പിടിപെട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഉറച്ചുപോയാൽ അവിടത്തേക്ക് മറ്റൊന്നും എത്തുകയില്ല. ഏതുപോലെ ശരീരത്തിനുണ്ടാകുന്ന മാരകമായ ഒരു രോഗമാണ് എയ്ഡ്സ് രോഗം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രോഗമുണ്ടായാൽ ശരീരത്തിന് മറ്റൊന്നും ഫലിക്കില്ല, എഫക്റ്റ് ചെയ്യില്ല. മരുന്ന് വരെ ദവായി മരുന്നടക്കം ദായി മാറും, രോഗമായി മാറും. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയത്തിലേക്കുന്ന ഏറ്റവും വലിയ രോഗമാണ് ഹസദ് എന്ന് പറയുന്നത്. അത് മഹാരോഗമാണ്. അസൂയ. ഇത് അധികവും ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ വല്ലാതെ പിടികൂടിയ ഒന്നാണ്, അല്ലെങ്കിൽ പിടികൂടുന്ന ഒന്നാണ് ഈ അസുഖം. എത്ര കാലം മുമ്പാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സായിലുൽ ഉലമാ, പണ്ഡിതന്മാരോട് നീ ചോദിച്ചോ, അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കോ. പക്ഷേ ലാ വലാ തസ്അൽ ബഅദഹും അൻ ബഅദിഹിം, അവരിൽ നിന്ന് ചിലരോട് മറ്റു ചിലരെ കുറിച്ച് നീ ചോദിക്കണ്ട. കാരണം ചിലപ്പോൾ നല്ല മറുപടി കിട്ടിക്കൊള്ളണമെന്നില്ല. ശരീരത്തിന്റെ നിയമം പറയുമ്പോ സത്യം പറഞ്ഞാൽ തന്നെയും മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ സത്യം പാലിച്ചുകൊള്ളണമെന്നില്ല. എല്ലാവരെ കുറിച്ച് നല്ലത് പറയുന്നത് എന്നിട്ട് പറഞ്ഞു, ഫൈനഹും അസദ്ദുന്നാസി തഹാസുദൻ വതബാഗുദൻ, മനുഷ്യരിൽ വെച്ച് കൂടുതൽ അസൂയ വെച്ച് പുലർത്തുന്നവർ, അല്ലെങ്കിൽ കോപം വെച്ച് പുലർത്തുന്നവർ അവരായിരിക്കും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി വിശേഷിക്കുന്നുണ്ട്. എല്ലാ ഉലമാവിനെയും അല്ല, അത് പറയാൻ ഒക്കുകയില്ല. പിന്നെയോ ആ പറഞ്ഞത് നേരത്തെ പറഞ്ഞ രോഗം പിടികൂടിയവരെ കുറിച്ചാണ്. അങ്ങനെ ഒരു കൂട്ടർ ഇന്നല്ല പണ്ടുകാലം മുതലേ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾക്ക് അന്നത്തെ പണ്ഡിതന്മാർ വില കൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ അത് എവിടത്തും എത്ര വലിയ പാണ്ഡിത്യമുണ്ടെങ്കിലും നിഷ്പക്ഷത എന്ന് പറയുന്ന ഇൻസാഫ് അതിനെ മനസ്സിൽ നിന്ന് പാടെ ഇല്ലാതെയാക്കും. ഒന്നിനും ഒരു നിഷ്പക്ഷതയും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി, താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ തബഖാത്തു സാഫിയ്യത്തുൽ കുബ്രയിൽ മഹാനവരുടെ ഉസ്താദ് കൂടിയായ ഹാഫിദുൽ ദഹബിയെ കുറിച്ച് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പറഞ്ഞതാണ്, വഅമ്മാ താരീഖു ശൈഖിന ദഹബി, എന്റെ വന്യനായ ഉസ്താദ് ദഹബിയുടെ താരീഖ്, ഏത് താരീഖ് ചരിത്ര ഗ്രന്ഥമാണത്? മീസാനുൽ ഇഅ്തിദാൽ എന്ന പേരിലുള്ള ഗ്രന്ഥത്തെ പരാമർശിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. ആ ഗ്രന്ഥം അത് നടക്കപ്പെട്ടതാണ്. അങ്ങേയറ്റത്തെ പക്ഷപാതം കൊണ്ട് കുത്തി നടക്കപ്പെട്ട ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം.
കാരണം അഹ്ലുസുന്നയോട് വലിയ പകവച്ച് പുലർത്തിയ ആളാണ് ഹാഫിദ് ദഹബി. മഹാനവർ പറയുന്നു, ഫഇന്നഹു ഇദാ ജാഅ ദിക്റു അശ്അരിയ്യിൻ ലമ്മ വഅഫറത. എന്റെ ഉസ്താദ് ഇമാം അബൂൽ ഹസൻ അശ്ശരി റളിയല്ലാഹു അൻഹുവിന്റെ അനുയായികളിൽപ്പെട്ട ഒരാളെക്കുറിച്ച് ആ ഗ്രന്ഥത്തിൽ പരാമർശിച്ചാൽ ലമ്മ വഅഫറത, വളരെയധികം കേടായി പറയും, ആക്ഷേപിച്ച് പറയും. വഅഫറത, എല്ലാ നിലക്കുള്ള ഈസാഫ് മര്യാദയും അദ്ദേഹം വിട്ടുകളയും. ഒരു നിഷ്പക്ഷതയും പാലിക്കാതെ വളരെ മോശമായി പറയും. അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. അതേ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കയ്യുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട് എന്നിങ്ങനെ പറയുന്ന അല്ലാഹു ജിസ്മാണ്, തടിയാണെന്ന് പറയുന്ന ആ മുജസ്സിനെ കുറിച്ചുള്ള പരാമർശം വന്നാൽ മദഹ വഅഫറത, അദ്ദേഹം വളരെയേറ്റം മദഹ് ചെയ്യും. വഅഫറത, മദഹിന് കണക്കില്ല. ഇത്രയും പക്ഷപാതം അദ്ദേഹത്തിനുണ്ടാകാൻ കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനോടുള്ള കടുത്ത വിദ്വേഷമാണ്. ഫഹുവ ശൈഖുനാ വമുഅല്ലിമുനാ, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഉസ്താദാണ്, എന്റെ മുഅല്ലിമാണ്. പക്ഷേ ഗൈറ അന്നൽ ഹഖ്ഖ അഹഖു അൻ യുത്തബഅ, സത്യം ഒരു ഭാഗത്തും ഉസ്താദ് സത്യത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ ഞാൻ സത്യത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് നിലക്കാണ് എന്റെ ഉസ്താദിന്റെ എതിരിൽ ഞാൻ നിൽക്കുന്നത്. ഈ നൃത്തം ഇൻഷാ അല്ലാഹ് നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ എന്റെ ശൈഖായ ഉസ്താദിന്റെ ഓപ്പോസിറ്റിലുള്ള ഫഖറാവിന്റെ കൂടെ ആയിരിക്കും വിനീതനായ ഞാൻ ഉണ്ടാവുക എന്ന് കൂടി പറഞ്ഞാണ് മഹാനവറുകൾ അത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എത്ര കാലം മുമ്പുള്ളതാണ്. ഈ അതിന്റെയും മുമ്പും ഇതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാവിനോട് കടുത്ത വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ബിൻ ഹസൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞു ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങളെ വരെ വളരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. കാരണം എന്താ? വേറെ ഇടപാടുണ്ടായതല്ല, വേറെ ഒരു വിഷയമല്ല, അഹ്ലുസുന്നയോടുള്ള കടുത്ത അമർഷം തന്നെ. അങ്ങനെ പറഞ്ഞു ലോകത്തുള്ള ആലിമീങ്ങളെ മുഴുവൻ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. മഹാന്മാരായ അയിമ്മത്ത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു, ലം യഖദ് യസ്ലം അഹദുൻ മിൻ ലിസാനി, അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്നും ഒരാളും രക്ഷപ്പെടാൻ അടുക്കുകയും ചെയ്തിട്ടില്ല. ആ നിലത്ത് സർവ്വാളുകളെയും സർവ്വാലിമീങ്ങളെയും വിമർശിച്ചു. അതുകൊണ്ട് തന്നെ ഇബ്നു ഹസന്റെ നാക്കും ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ സൈഫ് വാളും സിയ്യാനി അവരുടെ സമമാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യൻ നീതിയും അനീതിയും നോക്കാതെ അദ്ദേഹത്തിന്റെ വാള് ഉപയോഗപ്പെടുത്തിയെങ്കിൽ നീതിയും അനീതിയും നോക്കാതെ അദ്ദേഹം നാക്ക് ഉപയോഗപ്പെടുത്തി എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അവിടെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പണ്ഡിത ലോകം ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിലുള്ളതാണ്. എന്നാൽ ആ ചരിത്രം ഇങ്ങനെ പിന്നോട്ട് പോന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഇന്നേവരെ ഉണ്ടായ എല്ലാ ശത്രുക്കളെയും ഹസദിൽ നിന്ന് മാത്രം ഉടലെടുക്കുകയാണെന്നതിൽ യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് 1974 ആയിരിക്കും സമസ്തയിൽ ഒരു മെമ്പറായി വരുന്നത്. എന്റെ ഓർമ്മയാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇവിടെ ഓടിയ നിങ്ങൾ അടുത്ത് ഈ പ്രദേശമായ എസ്റ്റേറ്റ് മുക്കിൽ ഞാൻ ഓടിയിട്ടുണ്ട്. അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരത്ത് വലിയ ദർശനത്തിനുള്ള മുതലിസാണ്. അന്ന് അവിടെ ഓടുന്ന ആളാണ് ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദ്. ആദ്യമായി ഞാൻ ഓർക്കുന്നു,
ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം പരിചയപ്പെട്ടു ബഹുമാനപ്പെട്ട CP ഉസ്താദിനെ അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. പിന്നെ അതുപോലെ പരിചയപ്പെട്ട് ഈ ചെറിയ ഉസ്താദിനെയായ. അങ്ങനെ ഞാൻ പറയുന്നത് അന്ന് മുതൽക്കേ ബഹുമാനപ്പെട്ട ഉസ്താദിനെ എനിക്ക് പരിചയമുണ്ട്. ആ ഉസ്താദ് 74-ൽ സമസ്തയിൽ നിന്ന് 78 ആയപ്പോഴേക്ക് തന്നെ സമസ്തയിൽ ജമീഅത്തുൽ ഉലമായുടെ ജോയിന്റ് സെക്രട്ടറി, ശംസുൽ ഉലമയുടെ കൂടെ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ടവർ രംഗത്ത് വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഉസ്താദിനോട് വിദ്വേഷം വെച്ചു പുലർത്തുന്ന ചരിത്രങ്ങൾ ഇവിടെ പറഞ്ഞാൽ തീരുകയില്ല. എനിക്ക് ഓർമ്മകളാണ് പറയുന്നത്. അങ്ങനെ അന്ന് മുതൽ ഇന്നേ വരെ ഈ ശത്രുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോന്നും അത് എത്ര വരുന്നുവോ അത്ര കണ്ട് ഉസ്താദിന്റെ പേരും പ്രശസ്തിയും ജനങ്ങൾക്കുള്ള മതിപ്പും കൂടി വരികയല്ലാതെ ഇന്നേ വരെ ഉസ്താദിന്റെ ഒരു ലോകത്തിന് ഒരു കേടുവരുത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇത് പൊങ്ങച്ചം പറയുന്നതല്ല, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ശഅറേ മുബാറക്കിൽ വിളിച്ചു. അതും ഒരു ഹസദിന് കാരണമായി, വലിയ ഹസദിന് കാരണമായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഉസ്താദിനെ ലഭിക്കുകയും അത് അതിന്റെ എല്ലാ ആദരവോടും മർക്കസ് സഖാഫത്ത് സുന്നിയിൽ സൂക്ഷിക്കുകയും ചെയ്തു. ആ കിട്ടിയവനെ ആദ്യത്തെ റബീഉൽ ആദ്യത്തെ തിങ്കളാഴ്ച ആ മുടിയുടെ പ്രദർശനം നടന്നപ്പോൾ അന്ന് അതിൽ പങ്കെടുക്കുകയും ആ മുടി കാണുകയും പോരാ അതിന്റെ പെട്ടിയെ തൊട്ടുത്തുകയും ശേഷം ആ മുടി മുഖ്യ വെള്ളം കൊണ്ടുപോവുകയും ചെയ്ത ആളാണ് ഞാൻ. എന്റെ വന്യരായ ഉമ്മ സുഖമില്ലാതെ കിടക്കുകയാണ്. ഉമ്മയുടെ ആ അസുഖത്തിൽ ആ വെള്ളമായിരുന്നു കൊടുത്തത്. സംഗമം ഈ വെള്ളം സമ്മിശ്രമായി മരിച്ചും കൊണ്ടൊഴിച്ചു ഞാൻ നോക്കുന്നു. അപ്പൊ ആ മുടിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരാണ് ഇവരുടെ സമസ്തയുടെ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. അവിടത്തേക്ക് ഇനിയും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആ മഹാനായ തങ്ങളും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടവരായ ഉസ്താദും ഇവിടെ നേരത്തെ പ്രസംഗിച്ച സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള ഈ ഇരിക്കുന്ന ആലിമീങ്ങൾ സാദാത്യങ്ങൾ അവരെല്ലാം നിലകൊള്ളുന്ന ഒരു വലിയ പണ്ഡിത സഭ. അതുപോലത്തെ ഒരു സഭ ഇവിടെ ഒരാൾക്കും കാണിക്കാൻ സാധ്യമല്ല. 40 ആലിമീങ്ങൾ പറഞ്ഞാൽ ആലിമീങ്ങളാണ്. അങ്ങനത്തെ 40 പേര് പറയാൻ ഇവിടെ ഒരു സംഘടനക്കും കഴിയില്ല. അല്ലെങ്കിൽ 40 മുസാവറകളുടെ പേര് അവരൊന്ന് പരസ്യമായി പറയട്ടെ, കഴിയില്ല. കാരണം ഏതെങ്കിലും കുട്ടികളല്ല സമസ്തയുടെ മുസാവറ. വലിയ വലിയ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങളെ മുഴുവനും ഒരേ ചരടിൽ കോർത്തതുപോലെ രണ്ടഭിപ്രായം ആർക്കും ഇവിടെയില്ല. ശഅറേ മുബാറക്കിന്റെ വിരോധിയാണ് ഞാനെന്ന് പറയുന്നത്. ആരാണ് പറയുന്നത്? കുറച്ചു നേരത്തെ അവരുടെ ഒരു വാർഷികം നടന്നപ്പോ അന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരും. അന്ന് ഇപ്പൊ അങ്ങോട്ട് വരികയാണ്. അവർ സ്റ്റേജിലേക്ക് അവർ സ്റ്റേജ് വന്നാൽ 7 വട്ടം കുറിച്ചാലും ശുദ്ധിയാവില്ല. അപ്പൊ ഞാൻ പറയുന്നത് അതെന്താ, അതിങ്ങനെ കുത്തനുണ്ടാക്കുക. ഞാൻ അവരിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. ഇപ്പം അങ്ങോട്ട് വരും അന്ന് പറഞ്ഞതാ. അതിനാണ് ഈ പേരിനെ എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി സ്ഥലത്തേക്ക് ഞാൻ എന്റെ വണ്ടി പോയപ്പോ ഡ്രൈവർ ഉസ്താദ് അവിടെ പോണ്ട, അവിടെ സമ്മേളനം നടക്കുകയാണ്, അവിടെ പറയും. അപ്പൊ ഞാൻ മേശലരോട് എനിക്ക് പോകേണ്ട ഇങ്ങനെ വളർന്നു പോയി അങ്ങനെ പോയി. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഇവിടെ പോയി വിശ്രമിക്കാണ്, അടുത്ത സമയം കാത്തിരുന്നു. ആരാലേക്ക് പോവുക? അതിലേക്ക് ഒരാൾ പോയാൽ അവരെ എല്ലാം നഷ്ടപ്പെട്ടു. സംശയം എല്ലാം നഷ്ടപ്പെട്ടു. ഇത് വെറുതെ ആലങ്കാരികമായി പറയുന്നതല്ല. ഫിത്നയുടെ 8 എന്ന് വേണം പറയാൻ.
ആ നിലക്കുള്ള ഫിത്നയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ ഒന്നുമല്ല, വെറും ഫസാദ് ഉണ്ടാക്കലല്ലാതെ മറ്റെന്താണ്? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ മഹല്ലാന്തരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എത്ര പേക്കുകളുണ്ട്? അതിനെതിരെ ഒരു വാക്ക് പറയാൻ, അല്ലെങ്കിൽ ഞങ്ങൾ കയ്യിലാണ് മഹല്ലുകളൊക്കെന്ന് പറയുന്നവർ ആ മഹല്ലുകളിലേക്ക് അതിനെക്കുറിച്ച് സർക്കാർ കൊടുക്കാൻ ഇന്നേ വരെ തീർത്തിട്ടുണ്ടോ? വിളയിൽ കിട്ടിയവർ കടലാക്രമണം നടത്തുന്നു, അതിനെതിരെ വല്ലതുണ്ടോ? ഒന്നുമില്ല. ആകെ മുഫത്തസ്മാരാക്കുന്നതും സർക്കാർ കൊടുക്കുന്നതും ഒക്കെ AP വിഭാഗക്കാരെ അടിച്ചമർത്താൻ ഇത് മാത്രം അജണ്ടയാക്കിയ ഒരു കൂട്ടം. നേരത്തെ പറഞ്ഞതുപോലെ അവർക്കൊരു രോഗമാണ്, അല്ലാഹു ആ രോഗം ശിക്ഷാക്കി കൊടുക്കട്ടെ എന്നുള്ളൊരു ആർക്കാം. ഇല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ ഈ സമൂഹത്തെ കാത്തുവച്ചിരിക്കട്ടെ. ഇത്ര പറയാനാണോ? അപ്പൊ ഞാൻ പറയുള്ളൂ, ഷെഹ്റാൻ മുബാറക്ക് മർക്കസിൽ വന്നപ്പോ അന്ന് ഇവരെ പ്രസംഗിച്ചു. അതിന് സനദില്ലാത്തതുകൊണ്ടാണ് സനദിൽ മുമ്പ് ആകെ 2-3 സ്ഥലത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് സനദെല്ലാം പറഞ്ഞു നോക്കുമ്പോ ഒന്ന് ഹസറജിയുടെ അരികിൽ അബൂദാബിയിൽ ഒരു മുടി കുടിച്ചിട്ടുണ്ടെന്ന്. ആ ഹസറജി അതേ മുടിയിട്ട് നേരെ വന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് അബൂദാബിയിൽ വന്നപ്പോ ഹസറജി എനിക്കൊരു മുടി കൊണ്ടുവന്നതല്ല. പിന്നെയോ ആ ഹസറജി വന്നു ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ. മർക്കദിൽ ഹസറജി വന്നു സ്വകാര്യമായി ഉസ്താദിന് കൊടുത്തു. അങ്ങനെയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളെ മുമ്പാകെ പൊതു സ്റ്റേജിൽ വെച്ച് അവസാനത്തെ ദിവസം പൊതുസമ്മേളനം നടക്കുമ്പോൾ ലോകരാഷ്ട്ര നേതാക്കളാണ് അവിടെ 1-ാം സംസ്ഥാനം 2-ാം സംസ്ഥാനത്തുള്ളത്. അവരെ മുമ്പാകെ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് വളരെ അതിന്റെ ആദരവോടെ ആ കൊണ്ടുവന്ന മുടി കൊടുക്കുകയാണ്. ഇത് എത്ര ആളുകളാണ് കണ്ടത്? ഇത്രയും ജനങ്ങളെ മുമ്പാകെ ആ ഹസറജ് കൊടുക്കുകയും അത് ഉസ്താദ് സ്വീകരിക്കുകയും ചെയ്തപ്പോ ഹസറജിന്റെ മുടിക്ക് ചഞ്ചലുണ്ടായി. അതുവരെ ഹസറജിന്റെ മുടിക്ക് ചഞ്ചലുണ്ടായി. അപ്പൊ അതും ചഞ്ചലുണ്ടായി. ഇനി ആര് കൊണ്ടുണ്ട് ഈ സനദ് ശരിയാണെങ്കിൽ? അതാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞത്, ഇസ്ലാമിലൂടെ നിയമങ്ങളുണ്ട്, തബറുഖാത്തുകൾ. അതൊക്കെ പണ്ടും ഇന്നും നിലനിൽക്കുന്ന എത്രയോ സ്ഥലങ്ങൾ അവിടെ സനദ് നോക്കിയല്ല. ബഹുമാനപ്പെട്ട മമ്പറമ്പങ്ങളിൽ ഒരു കസേര അവിടെ ഒരു വീട്ടിലുണ്ട്, മാടഞ്ചനയിലെ വീട്ടിലുണ്ട്. ആ വീട്ടിൽ ആ കസേര കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വർഷങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുത്തുബി ഉസ്താദ് മുഹമ്മദ് മുസ്ലിയായിരുന്നു. അന്ന് ഞാൻ ഈ കസേര ബഹുമാനപ്പെട്ടവർക്ക് കൊടുത്തു ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ വലിയ ആലിമ്യങ്ങളൊക്കെ വരുമ്പോ അതിന് ഇരുന്നിട്ടുണ്ട്. എന്റെ ഉപ്പ പറയുന്ന ഞാൻ കേട്ടിരിക്കുന്ന അയാൾ പറയാ, എന്നാൽ ഞാൻ ആ ബറക്കത്തിന് വേണ്ടി ഇരുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കഥ അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓർത്തത്, ഈ കൂട്ടർ പറയും ആ കസേര മമ്പറന്നങ്ങളെ കസേര മമ്പറന്നങ്ങളെ കസേരയാണെങ്കിൽ ശനതമാണോ എന്ന് പറയില്ലേ? ഈ ഇരിക്കുന്ന ഈ പറഞ്ഞ ആളും മമ്പറന്നങ്ങളുടെയും കാലത്ര പഴക്കമുണ്ട്. എന്നാൽ നേരത്തെ ഇബ്നു ഹൈതമിയുടെ ഫത്വായിൽ നിന്ന് AP ഉസ്താദ് വായിച്ചതുപോലെ ഒരു മുടി ഒരാളുടെ കയ്യിലുണ്ട്, അത് നബിത്തങ്ങളെ മുടിയാണെന്ന് പറയുന്നു. കമാ ഖീല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ മഹാനവരുകൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ അത് റസൂലുള്ളാഹിയുടെ മുടിയാണെന്ന് ശരതൊന്നുമില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആ മസല ആ ചർച്ചക്ക് വെറുതെയാണ്. റസൂലുള്ളാഹിയുടെ മുടിയാണെന്നില്ല എന്നല്ല പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ നിയമം അത് ഹദിയ സ്വീകരിക്കുമ്പോൾ അത് കൊടുക്കേണ്ട നിയമം കാര്യങ്ങളൊക്കെ തുറന്ന് പറയാം. എന്നപോലെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മവാഹിബുൽ ലദുനിയ്യ ഫിൽ മിനൽ മുഹമ്മദിയ്യ
എന്ന ഗ്രന്ഥത്തിന്റെ 2-ാമത്തെ വാല്യം 20-ാമത്തെ പേജിൽ ഇതേപോലെ മഹാനവർ പറയുന്നുണ്ട്, ഞാൻ ഹിജറ 897 മക്കയിൽ ചെന്നു. ദുൽഖഅദ മാസത്തിലായിരുന്നു അത്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാളുടെ കയ്യിൽ അബൂ ഹാമിദ് മുർസിദി എന്ന പേരുള്ള ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു മുടിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്നാണ് അവിടെ പ്രചരിച്ചിട്ടുള്ളത്. ഞാൻ അത് പോയി സന്ദർശിച്ചു. ശരതല്ലാത്ത മുടിയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കളയുകയല്ല പറഞ്ഞത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ തബഖാത്തുൽ സാഫിയത്തുൽ കുബ്രയുടെ ആദ്യം മുതൽ അതിന്റെ അവസാന ഭാഗം വരെ 8-ാമത്തെ വാല്യത്തിന്റെ അവസാനം വരെ നോക്കിയാൽ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം പറയുമ്പോഴൊക്കെ കാണും. അയാൾ ഒരു മുറിവുണ്ട്. പറയപ്പെടുന്നു. എന്നിട്ടോ ശരദില്ലാത്തോട് തള്ളിയെന്നല്ല പറയുന്നത്. ജനങ്ങൾ അതിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നു. അതുകൊണ്ട് അവർ ബർക്കത്തെടുക്കുന്നു. അപ്പൊ ഈ നിലയിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കയ്യിൽ കിട്ടിയ മുടി അത് അല്ലാഹു ചെയ്തു കൊടുത്താൽ ഒരു നിഅമത്താണ്. ബഹുമാനപ്പെട്ട പണ്ഡിതനായ ബാബു ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുത്തു. എന്നോട് സമയത്ത് പറഞ്ഞ ഓർക്കുകയാണ്, ഞാനൊക്കെ ഏപ്പിന്റെ കൂടെ ഓടുന്ന കാലത്ത് ഞാൻ അവരുടെ എല്ലാം സീനിയറാണ്. അങ്ങനെ ഒന്നിച്ച് പഠിച്ചതാണ്. പക്ഷേ എന്റെ അറിവിൽ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരുടെ കാലഘട്ടങ്ങളിലൊന്നും ഏതൊരു ഉസ്താദിന് അല്ലാഹു കൊടുത്ത സഅത്ത് പോലെ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. വിശാലത പോലെ മറ്റൊരാൾക്കൊരു സഅത്ത് വിശാലം ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അല്ലാഹു അത്രയും ഭീതി ചെയ്തിരിക്കുന്നു. അതാണ് ഈ ഹസനുകൾക്കൊക്കെ കാരണം. എന്റെ വലുതായ തോട്ടൂർ ഉസ്താദ് എപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിനെ വിമർശിക്കുന്നവർ വെറുതെ വിമർശിക്കുകയാണ്. വിമർശിക്കും തോറും അദ്ദേഹത്തിന് സ്ഥാനവും മാനവും കൂടി വരുന്നു. ഇനി കണ്ട നിങ്ങൾ ഇതൊക്കെ പറഞ്ഞില്ലേ, ഈ അടുത്ത റബീഉൽ ആദ്യ തിങ്കളാഴ്ച വരുമ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വലിയ ഏറ്റവും വലിയ ജനത്തിരക്കായിരിക്കും ഈ ഷാറ മുബാറക്ക് സന്ദർശിക്കുന്നതിന് അവിടെ ഉണ്ടാവുക. ഞങ്ങൾ അവരോട് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത റബീഉൽ അവർക്ക് വരില്ല എന്നാണ് നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് ഊതിക്കെടുക്കാൻ കഴിയില്ല. അത് അവിടുന്നെല്ലാം വളരെ വിദൂരം പോയി നിൽക്കുന്നു. നിങ്ങൾ മെഴുകുതിരിയാൻ വിചാരിച്ചാൽ നോക്കുന്നത് അത് മെഴുകുതിരിയല്ല, അത് വലിയ മർക്കുറിയാണ്. അത് ഊതിക്കെടുത്ത് വസ്തുവല്ല. ഈ കാണുന്ന ഉലമാവിന്റെ ഇടയിൽ സമസ്തകളുടെ ജമീയത്തുലമാരുടെ ഉലമാവിന്റെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള ഒരു അകൽച്ചയില്ല. ഞാനും പേരോടും ഗ്രൂപ്പാണല്ലോ. അപ്പൊ ഇവർ മനസ്സിലാക്കേണ്ട സുന്നിയോർ ഗ്രൂപ്പാണ്. സുന്നിയോർ പ്രസിഡന്റായാല് അതിന്റെ സെക്രട്ടറിയാണ് പേരോട്. സമസ്തകളുടെ പോഷക സംഘടനയിൽപ്പെട്ട പ്രധാനപ്പെട്ട സംഘടനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആലിമീങ്ങൾക്ക് ഇനിയും ഇസ്സത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരുടെ ആ പിന്തുടർച്ചയായി പ്രവർത്തിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് നിങ്ങൾക്ക് ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, എല്ലാം പറയുന്നുണ്ട്. സ്വദേശി വെള്ളിക്കാമ്പലത്തെ ആലി ഹാജി ഈ പരിസരത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. بسم الله الرحمن الرحيم. رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹ ഉസ്താദന്മാർ, മാന്യ സഹപ്രവർത്തകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ട് വാക്കിന് സമ്മാനം തന്നിട്ട് അത് അരയാക്കി കുറച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊരു ബാഹ്യമായ വീക്ഷണമാണ് എന്ന് പറഞ്ഞത് ആന്തരികവും. ഞാൻ 40 കൊല്ലം
മഹാനായ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മുഴുവനും എന്റെ മഹാനായ ശൈഖ് അല്ലാമ മുനീറുല്ലാഹി ഖുത്ബുൽ ആലം മുഹമ്മദ് ബക്കർ കസ്സൂരി സിഎംഇ മടവൂരി അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്തിലെ സർവനാശങ്ങളും മുസീബത്തുകളും ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കൊലപ്പുള്ളിയാക്കി, വ്യഭിചാരിയാക്കി, എല്ലാം ആക്കിയെങ്കിൽ തന്നെ സുലൈമാൻ ഉസ്താദ് അങ്ങനെയുള്ള മഹാരഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്നും ഭൗതിക ലോകത്തും അഭൗതിക ലോകത്തും ഈ കാണുന്ന പ്രപഞ്ചത്തിലൊട്ടായി ഇലാഹിയായ പ്രകാശനം തരുന്ന മഹാനായ അദ്ദേഹത്തിന്റെ ഒരൊറ്റ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ വിജ്ഞാനം നൽകി ആദരിക്കപ്പെട്ട മഹാൻ വ്യക്തിയായതുകൊണ്ട് ഈ ലോകത്ത് സർവ്വസൃഷ്ടിയുടെയും പരിഹാരം അദ്ദേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശേഷം മുബാറകം അവിടെ എത്തപ്പെട്ടത്. അതിന്റെ അതിന് സൂക്ഷിപ്പ് സ്ഥലവും അത് തന്നെയാണ്. സർവരെയും ആദരവും അതിന്റെ തപർപ്പും വിശ്വസിക്കുകയും ഇനി പിന്നെ മനസ്സിന്റെ വാക്ക് കൂടുവാന്നുള്ള എല്ലാവരും വാക്ക് വാക്കെടുക്കുന്നു. അബ്ദുറഹ്മാൻ സഖാഫി അവരുടെ ആദരവ് ക്ഷണിച്ചുകൊള്ളുന്നു. അതിന്റെ ശേഷം നമ്മുടെ നേതാവ് അനുശീല നേതാവ് മഹാനായ ശ്രീമതിയുടെ ആത്മീയ പിൻഗാമി അതിന്റെ ചൈതന്യവും നീതിയുമായ എ പി ഉസ്താദ് അപ്പം സത്യം തീർന്നു. അത് ഇഷ്ടം പോലെ എന്നാൽ പൊന്മുള ഉസ്താദിന്റെ റെക്കമെന്റ് ഞാൻ മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട് സ്വീകരിക്കണം. എ പി ഉസ്താദിന് അവരുടെ ആദരവോടും അങ്ങേയറ്റത്തെ വിനയത്തോടും ആദരവിലും ക്ഷണിച്ചു. പേരോട് ഉസ്താദ് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. ഹലോ യെസ് സംസ്ഥാന സാഹിത്യോത്സവത്തിൽ ക്യാമ്പസ് കലാപതികളായ ജവാബ് കാന്തപുരത്തിന് കാന്തപുര ഉസ്താദ് ഡിവിഷൻ എസ്എസ്എസിന്റെ ഒരു ഉപഹാരം നൽകുകയാണ്. ജവാബിനെ സ്വീകരിക്കാൻ വേണ്ടി ഉസ്താദിനെ നൽകാൻ വേണ്ടി സ്നേഹം ക്ഷണിക്കും. സാഹിത്യോത്സവ ജേതാവ് അൻഷിദ് അധികാരത്തിന് വൈലത്തൂർ തങ്ങളെ ഒരു ഉപഹാരം നൽകാൻ തങ്ങളെയും അൻഷിദിനെ അത് സ്വീകരിക്കാൻ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. بسم الله العظيم القدر الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعظموا شعائر الله ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم من أحبني كان
الرحمن معي في الجنة. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, കാലഘട്ടങ്ങളായ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം പ്രസംഗിക്കാമെന്ന് പറഞ്ഞിരുന്നത്. എങ്കിലും ആദ്യമായി തന്നെ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് രണ്ട് വാക്ക് പറയുന്നു. ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഒരു പ്രസംഗം ഈ അടുത്ത 4-ാം തീയതി മഗ്‌രിബിന് ശേഷം കോഴിക്കോട് ഓലക്കുളം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു, വഅദ്ദിമു ശആഇറല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച വസ്തുവിനെ ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അത് ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള യഥാർത്ഥ തഖ്വയിൽപ്പെട്ടതാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ശിആർ, അടയാളം എന്നൊക്കെയാണ്. ഒന്നാമത്തെ ശിആർ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലുകൾ അവരാണ്. 1,24,000 അല്ലെങ്കിൽ 2,24,000 മൂന്ന് അമ്പിയ മുർസലുകൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റസൂലും നബിയും അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാണ്. അവർ മുതൽ ഖാതിമുൽ അംബിയാ, അവസാനത്തെ നബിയായ, അവസാനത്തെ റസൂലായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അവതാരിക്കുന്ന 2,24,000 പരം വരുന്ന അംബിയ മുർസലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മഹത്വങ്ങൾ ഉള്ള പലതും എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. മഹത്വം, ബഹുമാനം, ശ്രേഷ്ഠത ഉള്ള വിവിധ വസ്തുക്കളെ അല്ലാഹു എടുത്ത് സത്യം ചെയ്ത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ വിധത്തിലുള്ള മഹത്വം ആണ്. ചിലത് ആന്തരികമായ മഹത്വമുള്ളത്, മറ്റു ചിലത് ജനങ്ങൾക്ക് ഭൗതികമായ നേട്ടം ഉള്ളത്, മറ്റു ചിലത് ഭൗതികവും പാരത്രികവുമായ നേട്ടമുള്ളത്. ഇങ്ങനെ പലതരവും അല്ലാഹു തആല എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വൽ അസ്ർ, സമയം അല്ലാഹു തആല സത്യം ചെയ്തു. സമയത്തെ തന്നെ സത്യം. കാരണം സമയം വളരെ വില പിടിച്ചതാണ്. വളരെ വില പിടിച്ചതാണ് സമയം. നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തെ, സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യും. അങ്ങനെ
എല്ലാം സത്യം ചെയ്തുവെങ്കിലും ഒരു മനുഷ്യരെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല, ഒരു നബിയെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല, ഒരു റസൂലിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെ, നബിതങ്ങൾ ഒഴികെ മറ്റൊരു നബിയെ കൊണ്ടും ഒരു റസൂലിനെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലഅംറുക, ഓ ഹബീബായ മുഹമ്മദ് നബിയേ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ജസദ്, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരം, അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു നബിയേ. ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് സത്യം ചെയ്യുന്നു. അതിൽ എല്ലാം പെട്ടു, ഷഅറ് പെട്ടു, മറ്റെല്ലാം പെട്ടു. എന്നാൽ ഷഅറ് കൊണ്ടും മുഖം കൊണ്ടും പ്രത്യേകമായി സത്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തങ്ങളോട് ഒരു ചോദ്യം. വല്ലഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീർ നോക്കിയാൽ കാണാം ഒരു ചോദ്യം. വല്ലഹാ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും, വല്ലൈലി എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅറ് മുബാറക്കും ഉദ്ദേശമാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നു, നഅം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വല്ലഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താദൻ ഇലസ്സുറുജി. ഓ ഹബീബായ നബിയേ, അവർ ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കടന്നാൽ അവിടെ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും പ്രശോഭിതമായ മുഖമാണ് നബിയെ തങ്ങളുടെ മുഖം. അതാണ് വല്ലഹാ, രാവിലെ പ്രഭാത സമയത്ത് സൂര്യൻ ഉദിച്ച് 8-9 മണിയാകുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം പോലെ ലോകത്ത് മുഴുവനും അടിച്ചു വീശുന്ന പ്രകാശമുള്ള മുഖം റസൂലുള്ളാഹിന്റെ മുഖത്തെ തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിലുള്ള ഏറ്റവും കറുപ്പുള്ള ഭംഗിയുള്ള ആ ശഅറ് മുബാറക്ക് തന്നെ സത്യം. മുടിയെ കൊണ്ട് സത്യം ചെയ്തു, മുഖം കൊണ്ട് സത്യം ചെയ്തു. ഈ അനയത്തിന്റെ തഫ്സീറുകളിൽ ഇങ്ങനെ ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ അവിടുത്തെ ശഅറ് മുബാറക്ക് കറഞ്ഞു. ഹുദൈബിയ സന്ധി പറഞ്ഞാൽ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ മക്ക മുശ്രിക്കുകൾ തടഞ്ഞു. അവസാനം ബൈഅത്ത് ചെയ്ത് ഉടമ്പടി ചെയ്ത് അടുത്ത കൊല്ലം വരാമെന്ന് സമ്മതിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്ത് ആകയാൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം. അതിനുവേണ്ടി മുടി കളഞ്ഞു. ഇവിടെ വെച്ച് ഹുദൈബിയയിൽ വെച്ച് മുടി കളഞ്ഞു. ആ കളഞ്ഞ മുടി ഒരു മരത്തിന്റെ കഷ്ണത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ ആ മുടി മുഴുവനും സഹാബത്ത് എടുത്തു. അവര് ഓഹരി ചെയ്തെടുത്തു. സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ഹുദൈബിയ സന്ധിയിൽ രണ്ടാമതായി
അടുത്ത കൊല്ലം ഉംറക്ക് വരുന്നു. ആ സമയത്ത് ഉംറ ചെയ്തതിന് ശേഷം തഹല്ലുലിന് വേണ്ടി അവിടുത്തെ ഷെയർ വീണ്ടും കളയുന്നു. അതും സഹാബത്ത് കൈവശപ്പെടുത്തി. മൂന്നാമതായി ജഅറാനത്ത് എന്ന സ്ഥലത്ത് പോയി ഉംറ ചെയ്തു. ആ ഉംറ ചെയ്ത് മടങ്ങി വന്നപ്പോൾ അവിടുത്തെ തലയിലെ മുടി വെട്ടിക്കുകയാണ് ചെയ്തത്. ഉംറ ചെയ്യുന്നവർക്ക് മുടി വെട്ടിയാലും മതി എന്ന് മനസ്സിലാക്കാനും പഠിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ തലമുടി വെട്ടിച്ചു. ആ മുടിയും സഹാബത്ത് കൈവശപ്പെടുത്തി, സഹാബത്ത് സൂക്ഷിച്ചു. നാലാമതായി ഹജ്ജത്തുൽ വദാഅ്. അതാ ജനലക്ഷത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് 1,40,000-ലധികം വരുന്ന സഹാബികളെ മുമ്പിൽ മുടി കളയിച്ചുകൊണ്ട് ആദ്യമായി വലഭാഗത്തെ മുടിയങ്ങ് കളയിച്ചു. ആ കളഞ്ഞ മുടി അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അതാണ് ഹസ്രജി നേരത്തെ പറഞ്ഞല്ലോ. ഹസ്രജി ഇന്ന് ലോകത്തുള്ള അൻസാറുകളുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം അൻസാരിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയായ അബൂ തൽഹത്തുൽ അൻസാരിയുടെ കൈവശത്തിൽ വലഭാഗത്തെ മുടി കൊടുത്തു. രണ്ടാമതായി തലന്റെ നേരെ മധ്യത്തിലുള്ള മുടി കളയാനൊരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അവിടുത്തെ തലന്റെ മുകളിലുള്ള ആ വെറുവന്തലയിലുള്ള മുടി എനിക്ക് തരണം. അത് ഇറങ്ങിട്ട് അതാ ഖാലിദ് ഇബ്നു വലീദിന് കൊടുത്തു. ആ മുടിയായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് പടത്തൊപ്പിയുടെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിക്കുകയും തൊപ്പി വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തതുകൊണ്ട് അസ്സൈഫുൽ മസ്ലൂൽ എന്ന പേര് ലഭിച്ചു. ഒരൊറ്റ യുദ്ധത്തിലും പരാജയപ്പെടാതിരുന്നത്. അങ്ങനെ മൂന്നാമതായി ഇടഭാഗത്തെ മുടി കളയുമ്പോൾ ആ മുടിയും കളഞ്ഞുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറയുന്നു, ഈ ഇടഭാഗത്തെ മുടി ഇപ്പോൾ തന്നെ നീ ഇവിടെ ഓഹരി ചെയ്തു കൊടുക്കണം, ജനങ്ങൾക്ക് ഓഹരി ചെയ്തു കൊടുക്കണം. അങ്ങനെ ആദ്യമായി ഇടഭാഗത്തെ മുടി ഹജ്ജത്തുൽ വദാഇൽ 1,40,000-ൽ പരം വരുന്ന സഹാബികൾക്ക് ഓഹരി ചെയ്തു കൊടുത്തു. അതുപോലെ മധ്യത്തിലുള്ള മുടി മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. വലഭാഗത്തുള്ള മുടിയും പിന്നീട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ ഓഹരി ചെയ്തു കൊടുത്തു. അതിൽപ്പെട്ടതാണ് നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഏതാനും ഷെയറുകൾ ഉണ്ടായിരുന്നു. രോഗികൾ വരുമ്പോൾ ആ ഷെയർ എടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. കെട്ടുകഥയും നോവലും അല്ല. അങ്ങനെ സഹോദരങ്ങളെ, ലോകത്തെല്ലാം ഉണ്ട്. വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഞാനിപ്പോൾ ഓർക്കുകയാണ്, നമ്മുടെ മർഹൂം 6 മരക്കാർ ഹാജിയെ ഓർക്കുകയാണ്. വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഞാൻ പഠിച്ചു. 1963 ഡിസംബർ 30-ാം തീയതി അവിടുന്ന് സനദ് വാങ്ങി, സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ ഇവിടെ വന്നു. മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് ഏറ്റെടുത്തു. ഒരു ദിവസം 6 മരക്കാർ ഹാജിയുമായി ഞാൻ സംസാരിക്കുമ്പോ വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിലെ ഷെയർ മുബാറക്കിട്ട വെള്ളം കൊടുക്കുന്ന പതിവുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞമ്മക്കൊന്ന് പോകണം, ഒന്ന് കാണണം, നീ എന്നെ കൊണ്ടുപോകണം. അങ്ങനെ പോകാനൊരുങ്ങി. മരക്കാർ ഹാജിയുടെ ചവർലറ്റ് കാറിൽ വെല്ലൂരിലേക്ക് ഒരുങ്ങിയപ്പോ ചില ആളുകൾ പറഞ്ഞു, അത് വേണ്ട, കാറിന് പോകണ്ട, കാരണം വളരെ ദൂരമുണ്ട്. മാത്രമല്ല മരക്കാർ ഹാജിയുടെ ആ പ്രൗഢിയും ഇതൊക്കെ കാണുമ്പോ ശത്രുക്കളും പല ആളുകളും കള്ളന്മാരൊക്കെ വഴിക്കലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട, കാറിൽ പോകണ്ട, ട്രെയിനിൽ പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മരക്കാർ ഹാജിയും വേറെ കുറെ ആളുകളും കൂടി ട്രെയിൻ ബുക്ക് ചെയ്ത് അങ്ങനെ കാട്ടുപാടിയിൽ ഇറങ്ങി അവിടെ നിന്ന് കാർ പിടിച്ചുകൊണ്ട് ബാഖിയാത്തു സ്വാലിഹാത്തിൽ പോയി. അപ്പോ അദ്ദേഹത്തിന്റെ മകൻ NR ഇമ്മിച്ചു മൊയ്തീൻ ഹാജിയും ഉണ്ട് കൂടെ.
അന്നാണ് എനിക്ക് ഈ ബാത്തച്ചാച്ചട് എന്നുള്ളൊരു മുള് കിട്ടിയത്. വെല്ലൂർ തന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ട് വിജയകാജി ബാത്ത് അച്ചാച്ചട് ഹോട്ടൽ റൂമുണ്ടോന്ന് വെച്ച് ഞാനന്നാണ് കേട്ടതെന്ന് പറയാം. അങ്ങനെ ബാത്ത് അച്ചാച്ചട് റൂമുള്ള ഹോട്ടലിൽ നോക്കുമ്പോൾ കാണുന്നില്ല, വളരെ കുറവാണെന്ന്. ഏതായാലും അവസാനം ഒരു ഹോട്ടൽ കിട്ടി, ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ കിട്ടി. അവിടെ താമസിച്ച് അവിടെ നിന്ന് ബാക്കിയാത്ത സാലിഹത്തിൽ പോയി. റബീഉൽ അവ്വൽ 12 അന്ന് അവിടെ ഷേഖ് മുബാറക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് കാണുകയും ആ വെള്ളം വാങ്ങി മരക്കാർ ഹാജിയും ഇമ്പിച്ചി മൈദൂൻ ഹാജിയും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ മരക്കാർ ഹാജി പറഞ്ഞു, നമ്മൾ ഏതായാലും ഇവിടെ വന്നല്ലോ, ഈ കുട്ടികൾക്കുണ്ടെങ്കിൽ കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ബാക്കിയാത്ത സാലിഹാത്തിലെ കുട്ടികൾക്ക് മുഴുവൻ കുട്ടികൾക്കും ബിരിയാണി വെപ്പിച്ച് കൊടുത്തു. അന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്ത് മുഴുവനും ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഹിബ്ബീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്ക് അത് വെള്ളത്തിലിട്ട് കൊടുക്കുന്ന പതിവും അത് കുടിക്കുന്ന പതിവും ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ബോംബെ സക്കരിയ മസ്ജിദ് എന്ന ഒരു മസ്ജിദ് ഉണ്ട്. ബോംബെയിലെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളിയാണ്. ആ ജുമാഅത്ത് പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ വലിയ ആഘോഷത്തോടുകൂടി ഷഹർ മുബാറക്കിന്റെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, പ്രദർശനത്തിന് വെക്കാറുണ്ട്. അത് എനിക്ക് എവിടെ നിന്ന് ഷഹർ മുബാറക്ക് കിട്ടിയോ അവിടെ നിന്ന് തന്നെയാണ് ആ സക്കരിയ മസ്ജിദിലുള്ള ഷഹർ മുബാറക്കും ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ പോയി നോക്കൂ, 10,000 ആളുകളും 100 ആലിമീങ്ങളും സക്കരിയ മസ്ജിദിൽ റബീഉൽ അവ്വൽ 12 വരാറുണ്ട്. അങ്ങനെ ലോകത്തെല്ലാം ഉള്ളതാണ്. നാഗൂർ ഷരീഫ് ഒരു സ്ഥലമുണ്ട്. നാം സിയാറത്തിന് പോകുന്ന നാഗൂരല്ല, ജോധ്പൂർ ജയ്പൂരിനടുത്ത് നാഗൂർ ഷരീഫ് ഉണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ രണ്ടാമത്തെ ഖലീഫയായ ഹമീദുദ്ദീൻ നാഗൂരി എന്ന മഹാനവരുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ മഖാമ ഒന്നുമില്ല, ഒരു മരത്തിന്റെ ചുവട്ടിലാണ് അവരുള്ളത്. ആ മരം ഇപ്പോഴുണ്ട്, 100 കൊല്ലമായിട്ട് ആ മരം ഇങ്ങനെ കെട്ടിപ്പടച്ചിട്ടുണ്ട്. അതിന്റെ ചുവട്ടിലാണ് അവിടുത്തെ ഖബറുള്ളത്. ആ നാഗൂർ ഷരീഫിലും ഷഹർ മുബാറക്ക് ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉലമാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും അത് ഉപയോഗിക്കുകയും വിതരണം നടത്തുകയും ചെയ്യാറുണ്ട്. ആ നിലക്ക് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ പറഞ്ഞതുപോലെ മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മർകസ് തഖാഫത്ത് സുന്നിയ അന്നും ഇന്നും നടക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ നോക്കൂ, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. മർകസ് സ്ഥാപിച്ച സ്ഥലത്ത് നമുക്ക് ആ ഭൂമി വേണം, ഈ ഭൂമി വേണം എന്നിങ്ങനെ പറയുമ്പോ അത് നിനക്ക് കിട്ടും, ഇത് നിനക്ക് കിട്ടും, ഇത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഓരോ ഭൂമിയിലേക്കും ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ഭൂമികൾ മുഴുവനും മർകസിന് ലഭിച്ചു. വേറെ ഒരു സ്ഥലം ഉണ്ട്, ആ സ്ഥലം വളരെ ആവശ്യപ്പെട്ട സ്ഥലമാണ്. ഞാൻ 10ലധികം പ്രാവശ്യം പറഞ്ഞു അത് നമുക്ക് കിട്ടണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നീട് വേണ്ടതുപോലെ വരും എന്ന് പറഞ്ഞു. ഇന്നുവരെ ഞമ്മക്ക് ആ ഭൂമി കിട്ടിയിട്ടില്ല. മർക്കസിലേക്ക് അവിടെ കടക്കുന്ന വഴിക്കലുള്ള വീട് ഇന്നുവരെ കിട്ടിയിട്ടില്ല. ബാക്കി അവിടുന്ന് ചൂണ്ടിക്കാണിച്ചതെല്ലാം കിട്ടിയിരുന്നു. ആ നിരക്ക് ഹയാത്ത് കാലത്തും മൗത്തിന് ശേഷവും അവിടുത്തെ നിയന്ത്രണം ഉണ്ട്. ആ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇതും ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വളരെ സത്യസന്ധമായി ലഭിച്ചതാണ്, വളരെ സന്തോഷത്തിൽ ലഭിച്ചതാണ്. മർകസ് തഖാഫത്ത് സുന്നിയയിൽ 2 പ്രാവശ്യം ലഭിച്ചു. രണ്ടാമത്തേത് ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നു, ആദ്യത്തേത് അല്ലാതെ തന്നു. ഏതായിരുന്നാലും ഇത് വളരെ സത്യസന്ധമായി കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കുന്നു. ഇതിനാരെങ്കിലും അസൂയ വെക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളെ ഈമാൻ തെറ്റിപ്പോകും, ഈമാൻ തെറ്റിപ്പോകും. ഇവിടെ പ്രസംഗിക്കുന്നതിൽ പേടിയൊന്നും ആർക്കില്ല. ഇവിടുത്തെ പ്രസംഗിച്ച പോലെ ഇവിടെ വയല് പറയാൻ നടത്തല്ലാന്ന് ഞാൻ ഒരാളോട് വിളിച്ചു പറഞ്ഞു, ആര്യാജിനോട് വിളിച്ചു പറഞ്ഞു. എന്നോട് MLA മോയിൻകുട്ടി സാഹിബ് വിളിച്ചു പറഞ്ഞു,
പുനലൂർ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, വേറെന്തോ ആവശ്യത്തിന് വിളിച്ചതാ. അപ്പൊ അയാൾ അത് 3 മണി ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പുനലൂരല്ല ആവേലത്ത് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം തമ്മിൽ അടിക്കേണ്ട സമയമല്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട സമയമല്ല. അവര് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും പറയേണ്ടി വരും, അതുകൊണ്ട് അത് നിർത്തലായിരിക്കും നല്ലത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കൂ. നടത്തത് കൊണ്ട് ഞങ്ങൾക്കൊന്നും വരാനില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ടത് ഈ ആര്യാജി എന്നെ വിളിക്കുന്നത്. ഇന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആര്യാജി പറയുന്നത്, എനിക്കിപ്പോ പണ്ടത്തെ ആ സ്ഥാനമൊന്നുമില്ല, ഒരു വിമതനായിട്ടാണ് എന്നെ അവരൊക്കെ കണക്കാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കൂലാണ്. പിന്നെ അയാൾ ഇവിടുത്തെ സ്റ്റേജിൽ അയാളെ കണ്ടതെന്നാ പറയുന്നത്, ഞാൻ കണ്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പേടിയല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഭിന്നിക്കരുതെന്നും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ കലഹിക്കരുതെന്നും ജനങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നും മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകരുതെന്ന് പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഅറിനെ സംബന്ധിച്ച ഒരു ചെറിയ നിസ്സാരത ഒരു ഈമാനുള്ള മനുഷ്യന്റെ കൽബിൽ കടന്നുപോയാൽ അവന്റെ ഈമാൻ തെറ്റിപ്പോകും. അത് തെറ്റിപ്പോകരുത് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമോ എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ അവസാനം പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 4-ാം തീയതി ഞാൻ ഇൻഷാ അല്ലാഹ് കോഴിക്കോട്ട് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. വേറെയും ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ സമസ്തയുടെ ഉപാധ്യക്ഷൻ, ഏറ്റവും വലിയ മാഹിറായ പ്രഗത്ഭരായ പണ്ഡിതനാണ്. ഞങ്ങളെ പോലെ പ്രസംഗിക്കാൻ പോലും കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ആ നാടൻ ശൈലിയിൽ വളരെ കനപ്പെട്ട ഉപദേശം മഹാനായ സുലൈമാൻ ഉസ്താദ് നിങ്ങളോട് നടത്തി. പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം തന്നെ അത് കുടിച്ചിട്ടുണ്ടെന്നും ഉമ്മക്ക് സക്രാത്തിൽ കിടക്കുന്ന സമയത്ത് കുടിക്കാൻ കൊടുത്തു എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറയില്ല, സത്യമാണ് പറയുന്നത് എന്ന് ഞങ്ങളുടെ ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളെയും കേൾപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉലമാക്കളെല്ലാം നിങ്ങളോട് സംസാരിച്ചു വരികയും ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. എന്നെന്തല്ലോ ആരോപണങ്ങൾ ഇങ്ങനെ പള്ളിന്റെ വീടിന്റെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ പള്ളിയിൽ 65 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാ നമ്മൾ പള്ളി രണ്ടാമത് നന്നാക്കിയത്. നന്നാക്കിയിട്ട് പോലും അതിന്റെ മുറ്റത്തൊരു വീട് ഉണ്ടായിട്ട് ഇപ്പുറത്തൊക്കെ ഉണ്ടായിട്ട് പൈസ കൊടുക്കാണ്ട് ഞങ്ങൾ ഒഴിഞ്ഞിടൂലെന്ന് പറഞ്ഞു അക്കൂട്ടരാപ്പത് എഴുതി കൊടുത്ത് പ്രസംഗിപ്പിക്കുന്നത്. 1,20,000 ഉറുപ്പിക കൊടുത്തിട്ടാണ് പള്ളിന്റെ ഈ ഭാഗത്തുള്ള പീടിക ഞങ്ങൾ ഒഴിപ്പിച്ചത്. അത് ഞാനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പീടികന്റെ മുറി ഉണ്ടാക്കി അങ്ങേ ഭാഗത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. പള്ളിയുടെ കോണി, പള്ളിയുടെ ഹൗസ്, അതെല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ, കാശ് കൊടുത്ത് വാങ്ങിയ സ്ഥലത്താണ് നീട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അത് ഒപ്പ് ചെയ്തു. അത് ഒരാൾക്കും അധികാരമില്ല. മറ്റുള്ള പീടിക മർക്കസുൽ തഖാഫത്തി സുന്നിയയുടേതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിട്ട് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വേണ്ടാത്ത കളവുകൾ പറഞ്ഞ് ഉണ്ടാക്കി ജനങ്ങളെ ഈമാനിന് തെറ്റിക്കണം. അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ അല്ലാഹ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച സ്വാഗത സംഘത്തിനും വളണ്ടിയർമാർക്കും അതിൽ നേതൃത്വം വഹിച്ച സയ്യിദന്മാർ, അവയരത്ത് തങ്ങളുടെ മക്കൾ, ബഹുമാനപ്പെട്ട തങ്ങൾ, മതാഹതകളും ഭാവത്തങ്ങളും അവർക്കെല്ലാവർക്കും അവരുടെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഈ കാണുന്ന പീടിക ഇന്ന് വലിയ കച്ചവടം കിട്ടുന്ന സ്ഥലമാണ്. അത് അടച്ചുപൂട്ടി ഉച്ച മുതൽക്ക് ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നു. അല്ലാഹുവേ, അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നേരത്തെ അങ്ങാടിയിൽ മുഴുവനും വാഹനങ്ങളാണ്, ലോറിയും അതുപോലെ പിക്കപ്പും
മറ്റ് ജീപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. മഗ്‌രിബിന്റെ മുമ്പ് ഞാൻ ഇതിലിങ്ങനെ പോകുമ്പോ എനിക്കെന്നെ വല്ലാത്ത വിഷമം തോന്നി. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ വന്നിട്ട് അത് മുഴുവനും ഒഴിവാക്കി നമുക്ക് സദസ്സ് നല്ല ഭംഗിയാക്കി തന്നു. റഹ്മാനുള്ളാഹിമായ റബ്ബേ, ആ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ പരിപാടിക്ക് സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ഒരാൾ മർക്കസിലേക്ക് ഒരരി ഉറുപ്പി കൊടുത്തയച്ചിട്ടുണ്ട്, അവർക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുലുലമക്ക് നീ നല്ല സിഹത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ. താജുലുലമയുടെ താജുലുലമയുടെ പ്രതിനിധിയായി അവിടുത്തെ മൂത്ത മകൻ ഇവിടെ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അവിടെ ഇവിടെ ഉണ്ട്. അവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. താജുലുലമക്ക് അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉലമാക്കൾക്ക് മുഴുവനും അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ CK അഹ്മദ് കുട്ടി ഹാജി അദ്ദേഹത്തിന് അസുഖമുണ്ട്. അല്ലാഹുവേ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ, നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ സുന്നത്ത് ജമാഅത്ത് ഈ പൂനൂരിൽ നിലനിർത്താൻ അധ്വാനിച്ച ഒരുപാട് ആളുണ്ട്. നേരത്തെ ചരിത്രം പറഞ്ഞല്ലോ നമ്മളെ മുഹമ്മദ് സഖാഫി, അദ്ദേഹം കേട്ടുള്ളതാണ്. ഞാൻ ചരിത്രം തന്നെ നന്നായിട്ട് ഞാൻ നേരത്തെ തന്നെ അനുഭവപ്പെട്ട ആളാണ്. ഇവിടെ 1974 ഞാൻ വന്ന് വന്ന് ദിവസം കുറഞ്ഞു പോയപ്പോ പിന്നെ ഇവിടെ അങ്ങനെ തുടങ്ങിയത് പല തുടക്കങ്ങളുണ്ടായി. അതിൽ നമ്മളെ KP ഹാജി വളരെയധികം നമ്മളെ സഹായിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. KP ഹാജിയുടെ പൂരികളുടെ മുകളിൽ സുന്നത്ത് ജമാഅത്തിന് തലം തന്നു. അവർക്ക് വാദപ്രതിവാദം തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മറ്റേ ആർപിയുടെ വീട്ടിന്റെ മുകളിൽ ഈ ബെറ്റൂൾസ് മാത്രം കത്തിക്കുന്നു, വേറെ ആരുണ്ടായില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ MK ഇബ്രാഹിം ഹാജി, MK വീരാൻ ഹാജി, അങ്ങനെ തുടങ്ങി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, പാണ്ടിക്കൽ ഹുസൈൻ ഹാജി, അങ്ങനെ തുടങ്ങി മഹാന്മാരായ പലരും ഈ സ്ഥലത്ത് നമ്മുടെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഞാൻ ഓർക്കുന്നു, അവരൊന്നും പറയാൻ സമയമില്ല. മൊയ്തു കുരിക്കൽ, അതുപോലെ അബ്ദുള്ള ഹാജി, അബ്ദുള്ള ഹാജി, അതേപ്രകാരം ഉസ്മാൻ ഹാജി തുടങ്ങിയ ഒരുപാട് ആളുകൾ എസ്റ്റേറ്റ് മുക്കിലും ഇവിടെയും അവയത്തുമൊക്കെയുള്ള ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ പരിപാടിക്ക് സഹകരിച്ച എല്ലാ ആളുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട വേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിർ അദൽ തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റബീഉൽ അവ്വലിൽ എന്നോട് ഞമ്മക്ക് ഒരു ജാഥ നടത്തണം. റബീഉൽ അവ്വൽ നല്ല അതിന്റെ മുമ്പൊക്കെ നടത്തിയിട്ട് പിന്നെ നടത്താറില്ലായിരുന്നു. ജാഥ നടത്തണമോ? തങ്ങളാണ് പറയുകയാണോ നടത്താന്ന് പറഞ്ഞു. എല്ലാ കുട്ടികളും സ്വീകരിച്ച് അങ്ങനെ പ്രകടനം നടത്തി വന്ന് ഞാൻ ഇന്ന് ഈ നിൽക്കുന്ന ഈ തരത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ പ്രസംഗിച്ചു. അവിടെ നിന്ന് ഒരൽപ്പം കഴിഞ്ഞപ്പോൾ നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. അർഹമുർ-റഹീമായ അല്ലാഹു അവർക്ക് വലിയ ദർജന ഏറ്റിക്കൊടുക്കുമാറാണ്. അവരുടെ ജ്യേഷ്ഠ സഹോദരൻ വലിയ തങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല, വലിയ കറാമത്തുള്ള ആളായിരുന്നു. അവർക്കും അല്ലാഹു തആല ദർജന ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ ഉമ്മ, അവരുടെ ഉപ്പമാർ, അവരുടെ കുടുംബങ്ങൾ, അവരിൽ നിന്ന് മരിച്ചുപോയ എല്ലാ സാദാത്തുക്കൾക്കും അല്ലാഹു തആല ദർജന ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഈമാനും ഹിദായത്തും അല്ലാഹു നമുക്ക് ഏറ്റിത്തരുമാറാകട്ടെ. ഇതിൽ സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ പരിപാടി നടത്തുന്നതിൽ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടെ കുഴപ്പമുണ്ടായിട്ട് സഹായിച്ചതായിട്ട് വന്നതല്ല. പക്ഷേ ഈ റോഡ് നിറയുന്നത് കൊണ്ട് റോഡ് മുടക്കാതെ ഇരിക്കാൻ വളണ്ടിയർമാരെ പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ,
അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അവർക്ക് എല്ലാ നന്ദിയും എന്റെ വക അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ. പേരടത്ത് റഹ്മാൻ സഖാഫി സംസാരിക്കുന്നു. പിന്നെ നമ്മളെ ലത്തീഫ് സഖാഫിയും അബൂ സാലിഹ് സഖാഫിയും രണ്ട് ഇളക്കുപ്പായിട്ട് സഖാഫികൾ കീഴത്തൂടെ ഇങ്ങനെ വരും. ഒരു ചെറിയ പാത്രവും കൈ പിടിക്കും. ഉള്ളവർക്ക് സഹായിച്ചു കൊടുക്കണം. ശ്രദ്ധ ആരും വിട്ടുകൊണ്ട എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നമ്മുടെ സയ്യിദ് ജമലുൽ തങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് സയ്യിദ് ഫضل ജമലുൽ തങ്ങൾ എല്ലാം നമ്മളെ പ്രവർത്തകനായിരുന്നു. അല്ലാഹു തആല അവർക്കെല്ലാം ദർജയേറ്റി കൊടുക്കട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാഫഖത്തങ്ങളുടെ ദുആയും അവസാനം ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആഫിയത്തിന് വേണ്ടി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യണം. അവരുടെ ഭാര്യയ്ക്ക് സുഖമില്ല. അവർക്ക് അല്ലാഹു ശിഫായി കൊടുക്കട്ടെ. ആമീൻ. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد.